എന്താ നാട്ടിൽ പോയോ? ഏയ്, വെറുതെ പോയതല്ല. ഹേമയുടെ അച്ഛൻ വഴക്കുണ്ടാക്കി വിളിച്ചോണ്ട് പോയതാ. ഋഷി ലാഘവത്തോടെ പറഞ്ഞു. ഏ, പിണങ്ങിപ്പോയെന്നോ? ബാലചന്ദ്രൻ അത്ഭുതം കൂറി. എല്ലാം വിശദമായി പറയാം. ബന്ധുര ജോലി രാജിവെക്കാൻ പോയത് മുതൽ. മാഷരിക്ക്. ബാലചന്ദ്രൻ ഋഷിക്ക് അഭിമുഖമായിരുന്നു. ഋഷിക്ക് നിമിഷങ്ങളോളം ഏതോ ആലോചനയിൽ മുഴുകി ദൂരേക്ക് മിഴികൾ നട്ടിരുന്നു. പിന്നെ അയാൾ പറയാൻ തുടങ്ങി. ബാലചന്ദ്രൻ ഋഷിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി കാതുകൂർപ്പിച്ച് കേട്ടിരുന്നു. ഹേമലതയെ വിവാഹം ചെയ്തത് മുതൽ ദേവനാരായണൻ വന്ന് വഴക്കുണ്ടാക്കിയത് വരെ. ഒടുവിൽ ഋഷി പറഞ്ഞു, ഓഫീസിലെ നിർമ്മലയും അലക്സെറിയാനുമാണ് പ്രശ്നം വഷളാക്കിയത്. അവരാണ് പൊടിപ്പും തൊങ്ങലും വെച്ച് ഞാനും ബന്ധുരയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് വരെ ഹേമലതയുടെ കാതിലെത്തിച്ചത്. സ്വതേ എന്നെ സംശയിക്കുന്ന ഹേമ എനിക്കെതിരെ അത് ആയുധമാക്കി. സഹി കേട്ടപ്പോഴാണ് ഞാൻ പൊട്ടിത്തെറിച്ചത്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അന്ന് രാത്രി അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ട്? ബാലൻ വർദ്ധിച്ച നെഞ്ചിരിപ്പോൾ ചോദിച്ചു. എന്നിട്ട് എന്താകാൻ? അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നപ്പോ അവൾ അച്ഛനോട് കുറെ കൂടി എരിവും പുളിയും ചേർത്ത് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. കോടീശ്വരനായ മറ്റത്തിൽ മാധവമേനോന്റെ ഒരേ ഒരു മകളല്ലേ ഹേമലത. പണമുണ്ടെന്നല്ലാതെ വിവരം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത മാധവമാമ അടങ്ങിയിരിക്കോ? അയാൾ നേരെ ബാങ്കിൽ ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബന്ധുരയെ ചീത്ത വിളിച്ചു. ഒരു പെണ്ണിനും അത് സഹിക്കാൻ പറ്റണ കാര്യമല്ല ബാലചന്ദ്ര മാഷെ. പാവം, അപമാനം സഹിക്കവയ്യാതെ ജോലി ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായത്. ഋഷി പറഞ്ഞു നിർത്തി. അപ്പോൾ അയാളുടെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. ബാലചന്ദ്രൻ എല്ലാം കേട്ട് തരിച്ചിരുന്നു. വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്കാണോ ബന്ധുര വന്നിരിക്കുന്നത്? ഒരു സ്ത്രീജന്മം മുഴുവൻ കരഞ്ഞു തീർക്കാനാണോ ബന്ധുരയുടെ വിധി? വല്ലാത്തൊരു സങ്കടത്താൽ വീർപ്പുമുട്ടുകയായിരുന്നു ബാലചന്ദ്രൻ. ബാലചന്ദ്ര മാഷെ, ഋഷി ശബ്ദം താഴ്ത്തി വിളിച്ചു. ബാലചന്ദ്രൻ ദുഃഖം ഘനീഭവിച്ച മുഖം ഋഷിക്ക് നേരെ ഉയർത്തി. ഞാനൊരു കാര്യം പറഞ്ഞ മാഷ് ദേഷ്യപ്പെടുമോ? ബാലചന്ദ്രൻ ഋഷി പറയാൻ പോകുന്ന കാര്യം എന്തെന്നറിയാനുള്ള ആകാംക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നതേയുള്ളൂ. ബന്ധുരയെ ബാലചന്ദ്ര മാഷിന് വിവാഹം ചെയ്തൂടെ? പൊടുന്നനെയുള്ള ആ ചോദ്യം കേട്ട് ബാലചന്ദ്രൻ അന്താളിച്ചു. നിമിഷങ്ങളോളം അയാൾ അന്ധനും ബദിരനും മൂകനുമായതുപോലെ. ബാലചന്ദ്രന്റെ മറുപടിക്കായി ഋഷി ഏറെ നേരം കാത്തിരുന്നു. ബാലചന്ദ്രന് ശബ്ദിക്കുവാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ താൻ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. അമ്മയും അനുജത്തിമാരും കഴിഞ്ഞൊരു ജീവിതം വേണ്ടെന്ന് പറഞ്ഞ് അന്ന് ബന്ധുര ഒഴിഞ്ഞു മാറിയതാണ്. ഇന്ന് ബന്ധുരയുടെ ബാധ്യത കൂടിയിട്ടേ ഉള്ളൂ. ഇന്ദുലേഖയുടെ വിവാഹത്തിന് ബാങ്കിൽ നിന്നും വായ്പ എടുത്ത 1,00,000 രൂപയും പലിശയും അടച്ചു തീർക്കണം. ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങിയ വകയിലുള്ള കടം തീർക്കണം. ബാധ്യതകളെല്ലാം തീർത്തു വരുമ്പോഴേക്കും ഇളയ അനുജത്തി കൃഷ്ണപ്രിയയുടെ വിവാഹകാര്യം പൊന്തി വന്നെന്നിരിക്കും. സ്വന്തം ജീവിതത്തെക്കാൾ കുടുംബത്തെ സ്നേഹിക്കുന്ന ബന്ധുര ഒരിക്കലും സമ്മതിക്കില്ലെന്ന് ബാലചന്ദ്രൻ അറിയാം. ബാലചന്ദ്രൻ മാഷ് എന്താ ഒന്നും മിണ്ടാത്തെ? ബാലചന്ദ്രന്റെ മൗനം കണ്ട് ഋഷി ചോദിച്ചു. അപ്പോഴും ബാലചന്ദ്രൻ മൗനത്തിന്റെ ആത്മീയത്തിൽ ഒളിച്ചിരുന്നതേ ഉള്ളൂ. അതോ മറ്റുള്ളവർ വിശ്വസിക്കുന്നത് പോലെ ഞാനും ബന്ധുരയുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് മാഷും വിശ്വസിക്കുന്നുണ്ടോ? പൊടുന്നനെ ബാലചന്ദ്രൻ മുഖമുയർത്തി. ഋഷി! 2 നിമിഷം കഴിഞ്ഞ് ബാലചന്ദ്രൻ വിളിച്ചു. മറ്റാരെക്കാളും കൂടുതലായി ബന്ധുരെ എനിക്കറിയാം. ഒരുപക്ഷെ ആ മനസ്സ് പഠിച്ച ഒരേ ഒരാൾ ഞാൻ മാത്രമായിരിക്കും. ഒരിക്കൽ പോലും ടീച്ചർക്ക് തെറ്റിലേക്ക് വഴുതി വീഴാനാവില്ല. ആ മനസ്സിൽ വീടും അമ്മയും സഹോദരിമാരും മാത്രമേ ഉള്ളൂ. കുടുംബത്തിനു വേണ്ടി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന മൺചിരാതാണ് ഋഷി ബന്ധുര ടീച്ചർ. അതെനിക്കേ അറിയൂ. പതിഞ്ഞ ശബ്ദത്തിൽ ബാലചന്ദ്രൻ പറഞ്ഞു. പിന്നെന്താ മാഷെ, മാഷിനൊരു മൗനം? മാഷിന് ബന്ധുരയോട് ഇക്കാര്യം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഹംസമാകാം. എന്താ? അതൊന്നുമല്ല ഋഷി കാര്യം. കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ടീച്ചറിന്റെ ചുമലിലാണ്. ആ ഭാരം സുരക്ഷിതമായി എവിടെയെങ്കിലും ഇറക്കി വെക്കുന്നത് വരെ ബന്ധുര ടീച്ചർ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. അതെനിക്ക് ഉറപ്പാ. ബാലചന്ദ്രൻ തീർത്തു പറഞ്ഞു. എന്താണെങ്കിലും ഞാനിന്ന് സംസാരിക്കുന്നത് തെറ്റുണ്ടോ? ഋഷി ചോദിച്ചു. തെറ്റൊന്നുമില്ല, മുൻവിധി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 4-5 നിമിഷം നിശബ്ദമായി കടന്നുപോയി. പിന്നെ എന്തോ ഓർത്തിട്ടെന്നോണം ഋഷി പറഞ്ഞു. മാഷെ, മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ബന്ധുര വിവാഹിതയാണെങ്കിൽ ആരും അപവാദവുമായി വരില്ല. ഒരു ആൺതുണയുള്ള പെണ്ണിന് നേരെ കാറി തുപ്പാനും ചീത്ത വിളിക്കാനും ആരും ധൈര്യപ്പെടില്ല.
ഋഷി ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. ബന്ധുര കല്യാണം കഴിച്ചാ എനിക്കും ആശ്വാസമാകും ബാലചന്ദ്രൻ മാഷെ. പിന്നെ ഹേമയ്ക്കും മാധവമാമയ്ക്കും എന്റെ നേരെ പ്രയോഗിക്കാൻ വേറെ ഏതെങ്കിലും പെണ്ണിന്റെ പേര് കണ്ടുപിടിക്കേണ്ടി വരും. ബന്ധുരയ്ക്കും സ്വസ്ഥമായി ജോലി ചെയ്യാം. നിർമ്മലയും അലക്സ് ചെറിയാനും പിന്നെ നാവ് പോക്കില്ല. അതുകൊണ്ടാ ഞാൻ ബാലചന്ദ്രൻ മാഷിനെ ഇക്കാര്യത്തിൽ നിർബന്ധിക്കുന്നത്. ഋഷി എഴുന്നേറ്റു. ബാലചന്ദ്രനും തിരിച്ച് ബാങ്കിലേക്ക് പോകുമ്പോ ബാലചന്ദ്രൻ പറഞ്ഞു, എത്രയും വേഗം ഋഷി ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ മനസ്സമാധാനത്തോടെ കുറച്ചു ദിവസം ജീവിച്ചോട്ടെ മാഷേ. പിന്നെ ബന്ധുര വിവാഹിതയായാലും ഹേമയ്ക്ക് എന്നോടുള്ള സംശയം തീരില്ല കേട്ടോ മാഷേ. അപ്പോൾ വേറെ ഏതെങ്കിലും പെണ്ണുമായി കൂട്ടിച്ചേർത്താവും വഴക്ക്. ഋഷി വിഷാദത്തോടെ ഊറിച്ചിരിച്ചു. ബാലചന്ദ്രൻ ഒന്നും മിണ്ടിയില്ല. നമുക്ക് ഊണ് കഴിച്ചിട്ട് പോയാലോ മാഷേ? ഋഷി ചോദിച്ചു. വേണ്ട ഋഷി, ബന്ധുര ടീച്ചർ നോക്കിയിരിപ്പുണ്ടാവും. എനിക്ക് എത്ര വേഗം തിരിച്ചു പോവുകയും വേണം. ബാലചന്ദ്രൻ പറഞ്ഞു. ബാങ്കിന് മുന്നിൽ കാറ് നിർത്തി ഇരുവരും ഇറങ്ങി. അവർ ബാങ്കിൽ ചെല്ലുമ്പോ ബന്ധുര ഒഴിച്ച് മറ്റുള്ളവരെല്ലാം ഊണ് കഴിക്കാൻ പോയിരുന്നു. ബാലചന്ദ്രനെ കണ്ടതും അടുത്തേക്ക് വന്നു. ടീച്ചർ ഊണ് കഴിക്കാൻ പോയില്ലേ? ബാലചന്ദ്രൻ ചെറുചിരിയോടെ ചോദിച്ചു. ഇല്ല, ബാലചന്ദ്രൻ സാറ് വരട്ടെന്ന് കരുതി. എന്നാ നിങ്ങൾ സംസാരിക്ക്, എനിക്ക് ലേശം ജോലിയുണ്ട്. ഋഷി അതും പറഞ്ഞ് ക്യാബിനിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു. ഋഷി, ബന്ധുര ടീച്ചറിനെ കുറച്ചു നേരത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോവാ. പിന്നെ ഞാൻ അതുവഴി നാട്ടിലേക്ക് മടങ്ങും. എന്താ? ധൃതിയില്ലെങ്കിൽ ഇന്ന് എന്റെ കൂടെ തങ്ങിയിട്ട് നാളെ പോവാം. അത് പറ്റില്ല ഋഷി. നാളെ കോളേജിൽ ചെന്നില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഒരു കവിയാരം കൊണ്ട് ഞാൻ ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞു പോയതാ. ഇനി ചെല്ലാതിരിക്കാൻ പറ്റില്ല. ഇനി ഒരിക്കലാവട്ടെ, നമുക്ക് കൂടാം. ശരി. ഋഷി തലയിലക്കിയിട്ട് ക്യാബിനിലേക്ക് കയറി. ടീച്ചർ വാ, നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാം. ബാലചന്ദ്രൻ ക്ഷണിച്ചു. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സാറില്ല, വരൂ. ബാലചന്ദ്രൻ പുറത്തേക്ക് നടന്നു. ഋഷി സാർ അവിടെ നടന്നതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മറുപടി ഒന്നും പറയാതെ അയാൾക്കൊപ്പം നടന്നു. ബാങ്കിന് എതിർവശത്തുള്ള ഒരു വലിയ ഹോട്ടലിലേക്ക് അവർ കയറി. ഊണിന് ഓർഡർ കൊടുത്തിട്ട് ബാലചന്ദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഋഷി എന്നോട് എല്ലാം പറഞ്ഞു. ജോലി രാജിവെക്കുകയാണെന്ന് ടീച്ചർ ഫോണിൽ പറഞ്ഞപ്പോഴേ എന്തോ പ്രശ്നമുണ്ടെന്നല്ലാതെ അത്ര ഗുരുതരമാണെന്ന് കരുതിയില്ല. അവൾ അപ്പോഴും ശബ്ദിച്ചില്ല. ഊണ് വന്നു. കഴിക്ക്, അയാൾ പറഞ്ഞു. അവൾക്ക് തീരെ വിശപ്പ് തോന്നിയില്ല. ഫോൺ ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. വെറുതെ ബാലചന്ദ്രൻ സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ടായിരുന്നു. പക്ഷെ ഇത്ര വേഗം ബാലചന്ദ്രൻ സാർ വരുമെന്ന് തെല്ലും കരുതിയതല്ല. തന്നിൽ ബാലചന്ദ്രൻ സാറിന് ഉത്കണ്ഠയുണ്ട്. ചോറുണ്ടെന്നതിനിടയിൽ ബാലചന്ദ്രൻ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഋഷിയെ ചൊഴിഞ്ഞ് അറിയില്ലെങ്കിലും ഞാൻ അറിഞ്ഞിടത്തോളം അയാൾ തീർത്തും ഒരു ജെന്റിൽമാനാണ്. അതിനേക്കാൾ ടീച്ചറിന്റെ ചെറിയൊരു ഹൃദയമിടിപ്പ് പോലും എനിക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നതേ മറ്റൊന്നുമല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഒളിച്ചോടുകയല്ല വേണ്ടത്. നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം ചെറുത്തു നിൽക്കുകയാണ് വേണ്ടത്. പടപൊരുതി ജയിക്കുകയാണ് വേണ്ടത്. ഒടുവിൽ ബന്ധുരയിൽ നിന്നും വാക്കുകൾ ഉടഞ്ഞു വീണു. ബാലചന്ദ്രൻ സാറെ, പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ലായിരുന്നു. അത്രയും പേരുടെ മുന്നിൽ വെച്ച് ആ മനുഷ്യൻ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന് സമമായി എന്നെ ചിത്രീകരിച്ചപ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഞാനൊരു പെണ്ണല്ലേ? ദേവനാരായണൻ പറഞ്ഞതിനേക്കാൾ വൃത്തികെട്ട ഭാഷയായിരുന്നു ഋഷി സാറിന്റെ അമ്മായി അച്ഛൻ ഉപയോഗിച്ചത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ബാലചന്ദ്രൻ സാറെ എന്നെ അഗ്നികുണ്ഡത്തിൽ തള്ളിയിടണത്? ബന്ധുരയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ചോറിന് മുന്നിൽ നിന്ന് കരയരുത്, തുടക്കി, അയാൾ പറഞ്ഞു. അവൾ അനുസരിച്ചു. നിങ്ങളുടെ ബാങ്കിൽ ഒരു നിർമ്മലയും അലക്സും ഇല്ലേ? രണ്ടുപേരുടെയും ബയോഡേറ്റ കളക്ട് ചെയ്യണം. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. അവരും ഒരു കുടുംബം തകർന്നാലുള്ള ദുഃഖം അറിയണം. ഊണ് കഴിഞ്ഞ് അവർ എഴുന്നേറ്റു. ഹോട്ടലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാലചന്ദ്രൻ ഓർമ്മിപ്പിച്ചു. നമുക്ക് ഇഷ്ടപ്പെടാത്തത് ആര് പറഞ്ഞാലും മുഖമടച്ച് അടി കൊടുക്കുന്ന രീതിയിൽ പ്രതികരിക്കണം. എതിർക്കുന്നവരുടെ മുന്നിലേക്ക് വരാൻ ആരും ഒന്ന് ഭയക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാവണുണ്ടോ? ഉണ്ടെന്ന അർത്ഥത്തിൽ അവൾ തല ചലിപ്പിച്ചു. 3 മണിക്കൊരു ട്രെയിനുണ്ട്, ഞാൻ അതിന് പോവും. പിന്നെ ടീച്ചർ തനിച്ചാണെന്ന് ഒരിക്കലും കരുതരുത്. ഇന്ന് ഞാനുണ്ടാവും ഒപ്പം. ബന്ധുര അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്നാ ഞാൻ വരട്ടെ? ഒരാഴ്ച കഴിയുമ്പോ നാട്ടിൽ വരില്ലേ? അപ്പൊ കാണാം. അയാൾ യാത്ര പറഞ്ഞു. 1-2 ചുവട് മുന്നോട്ട് വെച്ചിട്ട് തിരിച്ചു വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ അവൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്ത് തീരുമാനം എടുക്കുമ്പോഴും 2 വട്ടം ആലോചിക്കണം. അതല്ലാതെ എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താ നഷ്ടം നമുക്ക് തന്നെയാ, മറ്റുള്ളവർക്കല്ല.
ടീച്ചറിന്റെ തലയിലെ ഭാരം താഴെ ഇറക്കി വയ്ക്കുന്നത് വരെയെങ്കിലും ഈ ജോലി ഉപേക്ഷിക്കരുത്. പറഞ്ഞതും എതിരെ വന്ന ഓട്ടോ കൈ കാണിച്ച് നിർത്തിയിട്ട് ബന്ദുരയ്ക്ക് നേരെ കൈവീശിയിട്ട് അതിൽ കയറി. ഓട്ടോ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ബന്ദുര നോക്കി നിന്നു. പിന്നെ ബാങ്കിലേക്ക് നടന്നു. അപ്പോൾ ഋഷിയും ബാലചന്ദ്രനും പകർന്നു കൊടുത്ത ധൈര്യം സ്വയം ആവാഹിച്ചെടുക്കുകയായിരുന്നു. ബന്ദുര സീറ്റിലേക്ക് ചെല്ലുമ്പോ കുസുമൻ ചോദിച്ചു, എന്തേ ഉച്ചഭക്ഷണം കഴിക്കുന്നില്ലേ? പുറത്തുനിന്ന് കഴിച്ചു. ബന്ദുര കസേരയിലേക്ക് ഇരുന്നു. 4-5 ദിവസം കൂടി കടന്നുപോയി. ശമ്പള ദിവസമായി. അന്ന് വൈകുന്നേരത്തെ ട്രെയിന് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പോടെയാണ് ബന്ദുര ബാങ്കിൽ വന്നത്. എന്ത് ചെലവ് കുറച്ചായാലും ഇന്ദുലേക്ക് 1.25 പവന്റെ സ്വർണം വാങ്ങിക്കൊടുത്തേ പറ്റൂ. അങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ പ്യൂൺ സദാശിവൻ നായർ വന്ന് പറഞ്ഞു, ബന്ദുര മാഡത്തിനെ ഋഷി സാർ വിളിക്കുന്നു. അവൾ എഴുന്നേറ്റ് ഋഷിയുടെ ക്യാബിനിലേക്ക് പോയി. എന്തിനാ സദാശിവൻ നായരെ ഋഷി സാറ് വിളിക്കുന്നത്? നിർമ്മല ചോദിച്ചു. അതേ, ഋഷി സാറെ കുറച്ച് കാച്ചിൽ പുഴങ്ങിയത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കൊടുക്കാനാ. നിർമ്മലയെ രൂക്ഷമായി നോക്കിയിട്ട് കടന്നുപോയി. ഇന്ന് ശമ്പളം വാങ്ങി സുന്ദരി വീട്ടിലോട്ട് പോകുകയല്ലേ? 2-3 ദിവസത്തെ വിരഹവേദന പങ്കുവെക്കാനാവും. നിർമ്മല പുലമ്പി. ബന്ദുര ക്യാബിനിലേക്ക് കയറി. ഇരിക്ക്, ഋഷി പറഞ്ഞു. അവൾ അഭിമുഖമായി ഇരുന്നു. ഋഷി സാറിന് ഗൗരവമുള്ളത് എന്തോ തന്നോട് പറയാനുണ്ടെന്ന് ബന്ദുരയ്ക്ക് മനസ്സിലായി. 4-5 നിമിഷം ഋഷി എന്തോ ഓർത്തിരുന്നു. പിന്നെ ശബ്ദം താഴ്ത്തി ചോദിച്ചു, ബന്ദുര ഇന്ന് വീട്ടിലേക്ക് പോകുമല്ലേ? ഞാൻ ബാലചന്ദ്ര മാഷിനോട് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. മാഷ് വല്ലതും പറഞ്ഞോ? ഇല്ല. വീണ്ടും കനത്ത നിശബ്ദത. നിശബ്ദതയ്ക്ക് ഒടുവിൽ ഋഷിയുടെ പതിഞ്ഞ ശബ്ദം. ബാലചന്ദ്ര മാഷ് നന്മ നിറഞ്ഞ മനുഷ്യനാണ്. ബന്ദുരയ്ക്ക് ഇതിലും നല്ലൊരു ഭർത്താവിനെ കിട്ടില്ല. നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം നന്നായി അറിയാവുന്നതുകൊണ്ട് ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ ഒന്നിച്ച് ജീവിക്കണതല്ലേ നല്ലത്. വിവാഹം എന്ന് പറയുന്നത് ഒരു സമയത്ത് നടക്കേണ്ടതാണ്. നിങ്ങൾ രണ്ടുപേരുടെയും ആ സമയം അതിക്രമിച്ചിരിക്കുക. ബന്ദുരയ്ക്ക് വീട്ടിൽ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവിടെ വന്ന് അമ്മയോട് സംസാരിക്കാം. എന്താ? ഋഷി പ്രതീക്ഷയോടെ ബന്ദുരയെ നോക്കി. മറുപടി പറയാൻ വാക്കുകളില്ലാതെ ബന്ദുര വിഷമിച്ചു. അവളുടെ മനസ്സ് വായിച്ചറിഞ്ഞ് ഋഷി പറഞ്ഞു, ഇപ്പൊ ഒരു മറുപടി പറയണമെന്നില്ല. നല്ലതുപോലെ ആലോചിച്ച് ഒരു തീരുമാനമെടുത്താൽ മതി. ഋഷി ഒന്ന് നിർത്തിയിട്ട് തുടർന്നു, ബന്ദുര വിവാഹം കഴിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാം. നമ്മളെപ്പറ്റി പിന്നെ ആരും അപവാദം പറയില്ല. ഒരു പക്ഷെ എന്റെ കുടുംബജീവിതവും രക്ഷപ്പെട്ടെന്ന് വരാം. അതുകൊണ്ട് പറഞ്ഞതാണ്. അവൾ മറുപടിയൊന്നും പറയാതെ ക്യാബിനിൽ നിന്ന് പുറത്തു കടന്നു. അന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ അവൾ നാട്ടിലേക്ക് തിരിച്ചു. ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഋഷി പറഞ്ഞതിനെ കുറിച്ചാണ് അവൾ ആലോചിച്ചത്. ബാലചന്ദ്രൻ സർ നല്ലവനാണ്. തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെന്നും അറിയാം. പക്ഷെ തന്റെ ചുമലിലെ ഭാരം, താൻ വിവാഹിതയായ വീട്ടിലെ കാര്യങ്ങൾ, കൃഷ്ണപ്രിയയുടെ വിവാഹം, അവൾക്ക് ഒരു ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോ ബന്ദുര നാട്ടിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോ പിടിച്ച് ടൗണിലെ ജുവല്ലറിയിലേക്കാണ് അവൾ ആദ്യം പോയത്. 1.25 പവന്റെ ഒരു മാലയാണ് അവൾ വാങ്ങിയത്. പിന്നെ ബേക്കറിയിൽ നിന്നും കുറെ പലഹാരങ്ങളും വാങ്ങിയാണ് വീട്ടിൽ ചെന്നത്. പതിവ് പോലെ ദേവകിയമ്മയും കൃഷ്ണപ്രിയയും വരാന്തയിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ബന്ദുരയെ കണ്ടതും കൃഷ്ണപ്രിയ ഓടിച്ചെന്ന് കയ്യിൽ നിന്നും പുതുക്കിട്ട് വാങ്ങി. നീ തയ്യല് നന്നായി പഠിക്കണുണ്ടോ കൃഷ്ണേ? ബന്ദുര ചോദിച്ചു. ഒരു 3 മാസം കൊണ്ട് കട്ടിങ്ങും പഠിക്കും. എന്തായാലും ഒരു മെഷീൻ വാങ്ങണം. അത് അത്യാവശ്യം ചേച്ചി. വീട്ടിലിരിക്കുമ്പോ തയ്ച്ചു പഠിക്കാലോ, കൃഷ്ണപ്രിയ പറഞ്ഞു. കൃഷ്ണേ, വിശേഷം പറച്ചിലൊക്കെ പിന്നെ മതി. ദൂരയാത്ര കഴിഞ്ഞ് വന്നതാ. അവൾ വല്ലതും കഴിച്ചു വിശ്രമിക്കട്ടെ. ദേവകിയമ്മ കൃഷ്ണപ്രിയെ ശാസിച്ചു. ബന്ദുര സ്വർണ്ണമാല ദേവകിയമ്മയെ ഏൽപ്പിച്ചു. നാളെ അവിടെ ചെന്ന് ഇന്ദുവിന് കൊടുക്കണം, ബന്ദുര പറഞ്ഞു. ദേവകിയമ്മ മാല എടുത്തു നോക്കി. 2-3 പ്രാവശ്യം സ്വർണത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കാനായി ഇന്ദു ഇവിടെ വന്നിരുന്നു, ദേവകിയമ്മ പറഞ്ഞു. ബന്ദുര അകത്തേക്ക് കയറി. പിന്നാലെ കൃഷ്ണപ്രിയയും ചെന്നിട്ട് അടക്കം പറഞ്ഞു. ബന്ദുരേച്ചി, ഇന്ദു ചേച്ചിയും കിട്ടാനും വന്നതേ സ്വർണത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ മാത്രമല്ല. വിശ്വൻ ചേട്ടന് സ്റ്റുഡിയോ തുടങ്ങാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. അതിന് ബന്ദുരേച്ചി ജാമ്യം നിൽക്കണമെന്ന് പറയാനാ. അമ്മ ചേച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കണം പോലും. എങ്ങനെയുണ്ട് ഇന്ദു ചേച്ചിയുടെ ബുദ്ധി? ബന്ദുര മറുപടിയൊന്നും പറയാതെ വേഷം മാറി. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. ദേവകിയമ്മ ചോറും കറികളും വിളമ്പി വെച്ചിരുന്നു. ബന്ദുര ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ദേവകിയമ്മ അടുത്തു ചെന്നു. വിശ്വത്തിന് സ്റ്റുഡിയോ ഉടനെ തുടങ്ങണമെന്നുണ്ട്. ടൗണിൽ അതിനുള്ള കെട്ടിടവും കണ്ടുവച്ചിട്ടുണ്ട്. 1.5 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരുന്ന വിശ്വം പറഞ്ഞത്. നിനക്ക് ബാങ്കിൽ ജോലിയുള്ളത് കൊണ്ടേ
നിങ്ങളുടെ ബാങ്കിന്റെ ഇവിടുത്തെ ശാഖയിൽ നിന്നും അത്രയും രൂപ കിട്ടുമെന്ന്. നീ ജാമ്യം നിന്നാ മതിയെന്ന് ദേവകിയമ്മ പതിയെ പറഞ്ഞു. അത് കേട്ടുകൊണ്ട് അടുക്കളയിലേക്ക് വന്ന കൃഷ്ണപ്രിയ പുച്ഛത്തിൽ ചെറികൊട്ടി. ബന്ധുരേച്ചി, ഒരിക്കലും ജാമ്യം നിൽക്കരുത്. ദേവനാരായണൻ അന്ന് 1,00,000 രൂപ പിടിച്ചു പറിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഇത് അതുപോലെയല്ല. കഴുത്തറുത്തോണ്ട് പോകണ സൈസുകളാ വിശ്വൻ ചേട്ടനും വീട്ടുകാരും. ഇപ്പൊ തന്നെ എടുത്താ പൊങ്ങുന്ന ഭാരം തലയിലില്ലേ? ഇനി കുറെ കൂടി ഭാരം തലയെ കയറ്റി വെക്കണോ? കൃഷ്ണപ്രിയ തെല്ലുറക്കെ ചോദിച്ചു. ഒന്ന് പോകണുണ്ടോ പെണ്ണെ? ദേവകിയമ്മ അവൾക്ക് നേരെ ദേഷ്യപ്പെട്ടു. ബന്ധുരെ, അവൾക്ക് നമ്മളല്ലാതെ വേറെ ആരാ സഹായിക്കാനുള്ളത്? നീ ഇവിടെ പറയുന്നത് കേൾക്കണ്ട. നീ ജാമ്യം നിന്ന് അവർക്ക് 1,50,000 രൂപ വാങ്ങിക്കണം. ഇന്ദു രക്ഷപ്പെടട്ടെ. കൃഷ്ണപ്രിയ പറഞ്ഞതുപോലെ വീണ്ടും അമ്മ എടുത്താ പൊങ്ങാത്ത ഭാരം തന്റെ തലയിൽ വയ്ക്കുകയാണോ? ബന്ധുര പകപ്പോടെ അമ്മയെ നോക്കി. ബന്ധുരയുടെ മൗനം കണ്ട് ദേവകിയമ്മ ചോദിച്ചു. നീ എന്താ ബന്ധുരെ ഒന്നും മിണ്ടാത്തെ? വിശ്വ എന്തോ വളരെ പ്രതീക്ഷയിലാണ്. കെട്ടിട ഉടമസ്ഥനോട് വാക്കും പറഞ്ഞുപോയി. നീ എങ്ങനെയെങ്കിലും അവർക്ക് ആ ലോൺ ഒന്ന് ശരിയാക്കി കൊടുക്കണം. അതിന് മറുപടി പറഞ്ഞത് കൃഷ്ണപ്രിയയാണ്. ബന്ധുരേച്ചിക്ക് ഈ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? വിശ്വൻ ചേട്ടൻ സ്റ്റുഡിയോ തുടങ്ങാതെ തെക്ക് വടക്ക് നടക്കുമായിരുന്നോ? ഒരു ഫോട്ടോഗ്രാഫറാണ് പോലും. ഒരു ക്യാമറ പോലും സ്വന്തമായി ഇല്ലാത്ത അയാൾ എവിടുത്തെ ഫോട്ടോഗ്രാഫറാണമ്മേ? അവൾ പിന്നെ ബന്ധുരയ്ക്ക് നേരെ തിരിഞ്ഞു. ബന്ധുരേച്ചി, ഇത് സ്റ്റുഡിയോയും കുടിയോയും തുടങ്ങാനുള്ളതൊന്നല്ല. അവിടെ വിശ്വൻ ചേട്ടന്റെ ഇളയ ഒരു പെങ്ങളില്ലേ, ഉഷ, അവളെ കെട്ടിച്ചയക്കാനാ. കഴിഞ്ഞ ഞായറാഴ്ച അവൾക്കൊരു ആലോചന വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയാ. ദേ കൃഷ്ണ, നീ കുറെ കൂടനുണ്ട്. വെറുതെ ഓരോ തോന്നിയാസങ്ങൾ പറയണു. ദേവകിയമ്മ അവളോട് ദേഷ്യപ്പെട്ടു. കൃഷ്ണപ്രിയ വിടാൻ ഭാവമില്ലായിരുന്നു. വെറുതെ തോന്നിയാസങ്ങൾ പറയണതല്ല. എന്റെ കൂടെ തയ്യൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മാവന്റെ മകനാ ചെറുക്കൻ. പെണ്ണ് കാണാൻ പോയ വിവരമൊക്കെ ആ കുട്ടിയാ എന്നോട് പറഞ്ഞത്. അവൾ നിർത്തിയിട്ട് തെല്ല് സങ്കടത്തോടെ പറഞ്ഞു. ഒരിക്കലും നമ്മൾ 4 പേരും ഒരുമിച്ച് വിഷം കഴിച്ച് ചാകാൻ പോയതാ. ഇന്നിപ്പോ കടം കൊണ്ട് നിൽക്കകളില്ലാതെ ബന്ധുരേച്ചിയെ തനിച്ച ആത്മഹത്യയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കരുതമ്മേ. കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു കൃഷ്ണപ്രിയ. അവൾ പോയി കഴിഞ്ഞപ്പോ ദേവകിയമ്മ പറഞ്ഞു. നീ കൃഷ്ണ പറയുന്നതൊന്നും വിശ്വസിക്കണ്ട. അവക്കേ നേരത്തെ തന്നെ ഇന്ദുവിനോടും വിശ്വത്തോടും ലേശ നീരസമുണ്ടെന്ന് കൂട്ടിക്കോ. അവർ ഒന്ന് നിർത്തിയിട്ട് ബന്ധുരുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഒന്നുമില്ലേലും എന്ത് നിന്റെ കൂടപ്പിറപ്പാ. അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നത് നീയായിട്ട് തടസ്സപ്പെടുത്തരുത്. ബന്ധുര ഊണ് മതിയാക്കി എഴുന്നേറ്റു. കൈ കഴുകി വന്നു. അമ്മേ, ബന്ധുര ശബ്ദം താഴ്ത്തി വിളിച്ചു. ആര് പറയണതും കേൾക്കണതൊന്നും അല്ല ഞാൻ. പക്ഷേ ഇപ്പൊ എങ്ങനെ ഞാൻ ജാമ്യം നിൽക്കാനാ? അതും 1,50,000. ജോലിക്ക് കയറിയിട്ട് 2 മാസം തികഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് വായ്പ എടുക്കാൻ ജാമ്യം നിൽക്കുക എന്നൊക്കെ പറഞ്ഞ എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് എന്ത് വിചാരിക്കും? ഛേ! അവൾ വെറുപ്പോടെ തല കുടഞ്ഞു. എടി ബന്ധുരെ, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോയല്ലോ മോളെ. അമ്മ എന്തറിഞ്ഞിട്ടാ വാക്ക് കൊടുത്തത്? ജോലി കിട്ടിയാലുടനെ പണം ആവശ്യമുള്ളവർക്കൊക്കെ ജാമ്യം നിൽക്കാമെന്നാണോ കരുതിയത്? അവൾക്ക് ദേഷ്യവും സങ്കടവുമായിരുന്നു. വീടും സ്ഥലവും 1,00,000 രൂപയ്ക്ക് പണയപ്പെടുത്തിയിരിക്കുകയാണ്. അതിനു പുറമെയാണ് 4-5 പവൻ സ്വർണം വാങ്ങിയതിന്റെ കടവും ബാലചന്ദ്രൻ സാറിന്റെ വസ്തു ഈട് വെച്ച് 50,000 രൂപ വാങ്ങി തന്നതും. ഈ കടമൊക്കെ എങ്ങനെ അടച്ചു തീർക്കുമെന്നോർത്ത് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് വേറൊരു എടുത്താ പൊങ്ങാത്ത ബാധ്യതയുമായി അമ്മ വന്നിരിക്കുന്നത്. വെറുതെ ആർക്കു വേണ്ടിയല്ല ഞാൻ വാക്ക് കൊടുത്തിരിക്കുന്നത്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നിനക്ക് പറയാൻ നല്ലൊരു ജോലിയുണ്ട്. ഇന്ദുവിനോ? അവൾ ആ വീട്ടിൽ മറ്റുള്ളവരുടെ ആട്ടും തുപ്പുമേറ്റ് നരകിച്ച് ജീവിച്ചോട്ടെ എന്നാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നമ്മളാരും കണ്ടുപിടിച്ചു കൊടുത്ത ബന്ധമൊന്നും അല്ലല്ലോ. വിശ്വമായിട്ടുള്ള ബന്ധം തുടങ്ങിയപ്പോ തന്നെ ഞാൻ എതിർത്തതല്ലേ. അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ എതിർത്തത്. അന്ന് കേട്ടില്ല. എന്നിട്ടിപ്പോ ആ കുടുംബം കൂടി രക്ഷപ്പെടുത്തണമെന്ന് വെച്ചാ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണമ്മേ മറ്റുള്ളവരെ രക്ഷിക്കുക? അങ്ങനെ ചോദിച്ചുകൊണ്ട് ബന്ധുര മുറിയിൽ പോയി കിടന്നു. യാത്രാക്ഷീണം കാരണം പെട്ടെന്ന് അവൾ മയക്കത്തിലേക്ക് വഴുതി വീണു. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്താറായപ്പോ കൃഷ്ണപ്രിയയെ വിളിച്ചപ്പോഴാണ് അവൾ ഉണർന്നത്. കൃഷ്ണപ്രിയയോടൊപ്പം സന്ധ്യാനാമം ചെല്ലാൻ ബന്ധുരയും ഇരുന്നു. നാമജപം കഴിഞ്ഞ് അമ്മയെ സഹായിക്കാൻ ബന്ധുരയും കൂടി. ഞാൻ ചെയ്തോളാം ബന്ധുരെ, നീ പോയി കിടന്നോ. ഊണ് തയ്യാറാകുമ്പോ ഞാൻ വിളിക്കാം, ദേവികയമ്മ പറഞ്ഞു. സാരമില്ലമ്മേ, എത്ര ദിവസം കൂടിയിട്ടാ അടുക്കളയിലൊന്ന് കയറണത്? അവൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിയാൻ തുടങ്ങി. ദേവികയമ്മയ്ക്ക് ഇന്ദുവിനെ സഹായിക്കാത്തതിലുള്ള പിണക്കം തീർന്നിരുന്നില്ല. അത് മനസ്സിലാക്കിയിട്ടെന്നോണം ബന്ധുര പറഞ്ഞു. അമ്മേ, ഞാൻ ജോലിക്ക് കയറിയതേ ഉള്ളൂ. ഒരു 5-6 മാസം കഴിയട്ടെ, ഇന്ദുവിനെ സഹായിക്കാം.
ഏതായാലും ഇത്രയും നാള് വിശ്വത്തിന് സ്റ്റുഡിയോ ഒന്നുമില്ലായിരുന്നല്ലോ. കുറച്ചു നാൾ കൂടി കാത്തിരിക്കാൻ പറയും. ദേവകിയമ്മയുടെ മുഖത്ത് തെളിച്ചമുണ്ടായി. 5-6 മാസം കഴിഞ്ഞാണെങ്കിലും സഹായിക്കാമെന്ന് ബന്ധുര പറഞ്ഞല്ലോ. ദേവകിയമ്മയ്ക്ക് ആശ്വാസമായി. മതി, 5-6 മാസം കഴിഞ്ഞാണേലും മതി. എന്തോ ഒരു കര പറ്റിട്ടടി ബന്ധുരെ. ഇന്ദു ചേച്ചി കര പറ്റുമ്പോ നമ്മള് വെള്ളത്തിലാവാതിരുന്നാ മതി. കൃഷ്ണപ്രിയ തെല്ലു പരിഹാസത്തിൽ ചിരിച്ചു. നിങ്ങളുടെ ബാങ്കിൽ എന്തൊക്കെയുണ്ട് ബന്ധുരേച്ചി വിശേഷം? കൃഷ്ണപ്രിയ വിഷയം മാറ്റാനായി ചോദിച്ചു. എന്ത് വിശേഷം? രാവിലെ 10-ന് ജോലിക്ക് കയറുന്നു, വൈകിട്ട് 5-ന് തിരിച്ചു പോകുന്നു. അത്ര തന്നെ വിശേഷം. ബന്ധുര പിന്നെ എന്തോ ഓർത്തിട്ട് പറഞ്ഞു. ആ, ഒരു വിശേഷമുണ്ട്. കഴിഞ്ഞ ആഴ്ച ബാലചന്ദ്രൻ സർ അവിടെ വന്നിരുന്നു. ദേവകിയമ്മ പെട്ടെന്ന് ബന്ധുരയെ നോക്കി. കൃഷ്ണപ്രിയയും. എന്തിനാ ബന്ധുരെ ബാലചന്ദ്രൻ സാറ് അവിടെ വന്നത്? ദേവകിയമ്മ ചോദിച്ചു. ഒന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് ബന്ധുരയ്ക്ക് തോന്നി. അവിടെ അടുത്തേ ഒരു പരിചയക്കാരനെ കാണാൻ വന്നതാ. കൂടെ ബാങ്കിലും വന്നു. വന്നേ ഉള്ളൂ. ബന്ധുര ഒരു കള്ളം പറഞ്ഞു. പക്ഷെ ദേവകിയമ്മയും കൃഷ്ണപ്രിയയും അത് വിശ്വസിച്ചില്ല. ബന്ധുരെ. 4-5 നിമിഷം കഴിഞ്ഞ് ദേവകിയമ്മ വിളിച്ചു. അവൾ കറിക്ക് അരിയുന്നതായി ഭാവിച്ചു. ബാലചന്ദ്രൻ സാറിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എന്താഗ്രഹം? അവൾ അജ്ഞത നടിച്ചു. അതിന് മറുപടി പറയാതെ ദേവകിയമ്മ മറ്റൊന്നാണ് പറഞ്ഞത്. ബാലചന്ദ്രൻ മാഷ് നല്ലവനാണ്. നമ്മുടെ കുടുംബത്തെ സ്വന്തമായി കരുതുകയും സ്നേഹിക്കുകയും ചെയ്യണമുണ്ട്. ബാലചന്ദ്രൻ സാറിന് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആളുകളെ കൊണ്ട് പറയിക്കുന്നതിന് മുമ്പ്. ദേവകിയമ്മ അർദ്ധോക്തിയിൽ നിർത്തി. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. രാത്രി കിടക്കുമ്പോ കൃഷ്ണപ്രിയ ബന്ധുരയെ കെട്ടിപ്പിടിച്ച് കാതിൽ മന്ത്രിച്ചു. എനിക്കും ബാലചന്ദ്ര സാറിന് ഇഷ്ടാ. എന്റെ ബന്ധുരേച്ചിയുടെ ഭർത്താവായി, എന്റെ ഏട്ടനായി. ബന്ധുരയും ബാലചന്ദ്രനെ ഓർത്തു കിടക്കുകയായിരുന്നു. തന്റെ ദുഃഖങ്ങളിലെല്ലാം ബാലചന്ദ്രൻ സാർ സഹയാത്രികനാണ്. നേർത്തൊരു സാന്ത്വന കാറ്റാണ്. തന്റെ ഒരു ചലനത്തിൽ പോലും വ്യാകുലപ്പെടുത്തുന്ന മനസ്സ്. അതുകൊണ്ടാണല്ലോ ജോലി രാജിവെക്കുമെന്ന് പറഞ്ഞപ്പോ ഓടിയെത്തിയത്. പുലർച്ചെ എപ്പോഴോ അവളൊന്ന് മയങ്ങി. നേരം നന്നേ പുലർന്നിരുന്നു. ബന്ധുര എണീറ്റു. അടുക്കളയിലേക്ക് ചെന്നു. ദേവകിയമ്മ അവൾക്ക് കാപ്പി കൊടുത്തിട്ട് പറഞ്ഞു. സ്വർണം കൊടുക്കാൻ ഇന്ദുവിന്റെ വീട്ടിലേക്ക് നീ കൂടി വാ. ഞാനില്ലമ്മേ, ആ തള്ളയുടെ സ്വഭാവം എനിക്ക് പിടിക്കില്ല. ചൊറിയണ വർത്താനേ അവര് പറയൂ. കൃഷ്ണപ്രിയ അടുക്കളയിലേക്ക് വരുന്ന കണ്ട് അവൾ പറഞ്ഞു. കൃഷ്ണക്കൂടെ കൊണ്ടുവെക്കോ? എവിടാ? അവൾ ചോദിച്ചു. നീ അമ്മയുടെ കൂടെ ഇന്ദുവിന്റെ വീട് വരെ ഒന്ന് പോണം. എന്റെ അമ്മോ, വിഷം കുടിച്ച് ചാവാൻ ബന്ധുരേച്ച് പറഞ്ഞു. ഞാൻ അനുസരിക്കാം. പക്ഷെ ഈ ഒരു കാര്യം മാത്രം പറയരുത്. ആ മുതുക്കി തള്ളയുടെ കൊള്ളുന്ന വർത്താനം കേൾക്കാനേ എനിക്ക് വയ്യ. ഞാനും വല്ലതും പറഞ്ഞെന്നിരിക്കും. പിന്നെ അതൊരു വഴക്കാവും. വേണ്ട, ഞാൻ പോകില്ല. കൃഷ്ണപ്രിയ തീർത്തു പറഞ്ഞു. ബന്ധുരെ, ഇന്ദുവിനെ പ്രസവത്തിന് കൊണ്ടുവരുന്ന കാര്യം കൂടി ഈ പോക്കി പറയണം. അതുകൊണ്ട് നീയും വരണം. നമുക്ക് അവിടെ ചെന്നിട്ടേ കൂടുതൽ സമയം അവിടെ നിൽക്കണ്ടെന്നല്ലേ ഉള്ളൂ. ദേവകിയമ്മ അവളെ നിർബന്ധിച്ചു. ഒടുവിൽ ബന്ധുര സമ്മതിച്ചു. അന്ന് ഉച്ച കഴിഞ്ഞപ്പോ ദേവകിയമ്മയും ബന്ധുരയും ഇന്ദുലേഖയുടെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് കുറെ പലഹാരങ്ങൾ വാങ്ങിയാണ് പോയത്. എവിടേക്കോ പോകാനായി ഇറങ്ങുകയാണ് വിശ്വജിത്ത്. അവരെ കണ്ടതും അവൻ അകത്തേക്ക് നോക്കി വിളിച്ചു. എന്തു ദാ ഈ വരുന്നത് ആരാണെന്ന് നോക്കിയേ. വരാന്തയിലേക്ക് വന്ന ഇന്ദുലേഖ അമ്മയെയും ബന്ധുരയും കണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ശരീരം ഇളക്കണ്ട വേണ്ടേ, ഞങ്ങൾ അങ്ങോട്ട് തന്നെയാ വരണത്. ദേവകിയമ്മ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു. അമ്മേ, ബന്ധുരേച്ചി കയറിയിരിക്കെ. വിശ്വജിത്ത് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോഴേക്കും ജാനമ്മയും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ ഇന്നലെയും നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. സ്വർണം തരാമെന്ന് പറഞ്ഞ അവധി ഇന്നലെ ആയിരുന്നല്ലോ. പിന്നെന്താ കാണാത്തതെന്ന്. ഉച്ചവരെ നോക്കിയിരുന്നിട്ട് കണ്ടില്ലെങ്കിൽ ഇന്ദുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടാനിരിക്കുകയായിരുന്നു. ജാനമ്മ പറഞ്ഞു. വന്നു കയറിയ ഉടൻ പറയാൻ കണ്ടൊരു വാചകം. വൃത്തികെട്ട സ്ത്രീ. ബന്ധുരയ്ക്ക് അറപ്പും വെറുപ്പും ഉണ്ടായി. സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? അതിന് മറുപടി പറയാതെ ദേവകിയമ്മ സ്വർണമാല ജാനമ്മയ്ക്ക് നേരെ നീട്ടി. ജാനമ്മ അത് വാങ്ങി തിരിച്ചും മറിച്ചും പരിശോധിച്ചു. 1.25 പവനുണ്ടോ? കണ്ടിട്ട് തോന്നുന്നില്ല. തൂക്കി നോക്കിയിട്ടേ കുറവുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഞാൻ മറ്റന്നാളെ തിരിച്ചു പോവും. ബന്ധുര ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറഞ്ഞു. ഏയ്, അതുകൊണ്ട് പറഞ്ഞതല്ല. തീരെ പൊലിമയില്ല. തന്നെയല്ല, പഴയ ഫാഷനുമാണ്. ഇതിപ്പോ ഉഷയ്ക്ക് ഇഷ്ടപ്പെടുമെന്നാ സംശയം. ജാനമ്മ പിന്നെ അകത്തേക്ക് നോക്കി വിളിച്ചു. ഉഷേ, നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന് നോക്കിയേ. വിശ്വജിത്തിന്റെ ഇളയ അനുജത്തി ഉഷ വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. നോക്കിയടി, ഇഷ്ടപ്പെട്ടോന്ന്. ജാനമ്മ മകളുടെ നേരെ മാല നീട്ടി. അവൾ അതും വാങ്ങി അകത്തേക്ക് പോയി. ദേവകിയമ്മയും ബന്ധുരയും പരസ്പരം നോക്കി. ഇന്ദുലേഖയും വിശ്വജിത്തും നിസ്സഹാരയായി നിൽക്കുകയാണ്.
അല്ല, ഇന്ദുവിന് കൊടുക്കണ മാല അവൾക്ക് ഇഷ്ടപ്പെട്ട പോരെ? അവളുടെ നാത്തൂൻ എന്തിനാ ഇഷ്ടപ്പെടുന്നത്? ബന്ദുര ചോദിച്ചു. ഉഷയുടെ കല്യാണേ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുക. സ്വർണം തികയാതെ വന്ന ഇതൊക്കെ എടുക്കണത് നാട്ടുനടപ്പല്ലേ? ഈ മാല എടുക്കേണ്ടി വന്ന അത് ഉഷയ്ക്കുള്ളതല്ലേ? അപ്പോ അവളുടെ ഇഷ്ടം കൂടി നോക്കണമല്ലോ. യാതൊരു ഉളുപ്പുമില്ലാതെ ജാനമ്മ പറഞ്ഞു. അപ്പോ സ്റ്റുഡിയോ തുടങ്ങാൻ ഞാൻ ജാമ്യം നിൽക്കണമെന്ന് പറഞ്ഞത് ഇതിനായിരുന്നു. കൃഷ്ണപ്രിയ പറഞ്ഞത് സത്യമായിരിക്കുന്നു. അമ്മേ, നമുക്കിറങ്ങാം. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് ബന്ദുരയ്ക്ക് തോന്നി. ദേവകിയമ്മയ്ക്കും അത് സമ്മതമായിരുന്നു. ജാനമ്മേ, അടുത്ത മാസം എന്തുവിനെ പ്രസവത്തിന് കൊണ്ടുപോകാൻ ഞങ്ങൾ വരും. അതും കൂടി പറയാനാ വന്നത്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിക്കാതെ. ജാനമ്മ വെറുതെ ലോഹ്യം പറഞ്ഞു. അത് ഇനി ആകാലോ. ദേവകിയമ്മ പോകാനായി ഇറങ്ങാൻ തുടങ്ങി. ബന്ധുര മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. വിശ്വജിത്ത് ഇന്ദുലേഖയ്ക്ക് കണ്ണുകളാൽ എന്തോ സംജ്ഞ നൽകി. അത് മനസ്സിലാക്കിയിട്ടെന്നോണം മെല്ലെ തലയിളക്കിയിട്ട് ദേവകിയമ്മയുടെ കൈക്ക് പിടിച്ചു. അമ്മ ഇങ്ങ് വന്നേ. അവൾ ദേവകിയമ്മയുടെ കൈക്ക് പിടിച്ച് വീടിന്റെ പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോയി. അമ്മേ, ഞാൻ പറഞ്ഞ കാര്യം ബന്ധുരച്ചയോട് സൂചിപ്പിച്ചോ? എന്ത് കാര്യം? ഓ, ഈ അമ്മയുടെ ഒരു മറവി. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന കാര്യേ 1,00,000 മതിയെന്നേ. പെട്ടെന്ന് വേണം. ബന്ധുരേച്ചി ജോലി ചെയ്യണ ബാങ്കിന്റെ ബ്രാഞ്ചിൽ നിന്നായതുകൊണ്ടേ പെട്ടെന്ന് കിട്ടും. സ്റ്റുഡിയോ തുടങ്ങിയാൽ ഉടനെ തിരിച്ചു തന്നോളാം. ഇന്ദുലേഖ തിടുക്കപ്പെട്ട് പറഞ്ഞു. വന്ന ഉടനെ എങ്ങനെയാടി പറയണത്? ഞാൻ പറഞ്ഞോളാം, നീ സമാധാനപ്പെട്. ദേവകിയമ്മ കളവ് പറഞ്ഞു. എന്റെ അമ്മേ, ഇതങ്ങനെ മാറ്റി വെക്കാവുന്ന കാര്യമല്ല. ഇപ്പോഴത്തെ മാനേജർ ട്രാൻസ്ഫർ ആയി പോയാ പിന്നെ ഉടനെ ഒന്നും ലോൺ ശരിയാവില്ല. ദേവകിയമ്മ അതിന് മറുപടി പറയാതെ 2 നിമിഷം മൗനം പൂണ്ടു. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. നിന്നോടെ വേറൊരു കാര്യം പറയാൻ മറന്നു. എന്താ അമ്മേ? അത് പിന്നെ എനിക്കൊരു സംശയം. ബന്ധുരയും ബാലചന്ദ്രൻ സാറും തമ്മിൽ ഇഷ്ടത്തിലാണോന്ന്. കഴിഞ്ഞ ആഴ്ചയും ബാലചന്ദ്രൻ സാറേ ബന്ധുരയെ കാണാൻ പോയിരുന്നു. അതുകൊണ്ട് അവര് തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ ആളുകളെ കൊണ്ട് പറയിക്കണത് നല്ലത് അവരുടെ കല്യാണം അങ്ങ് നടത്തുന്നതല്ലേ? ദേവകിയമ്മയുടെ വാക്കുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് തെല്ലുറക്കെ ഇന്ദുലേഖ പറഞ്ഞു. അമ്മയ്ക്ക് എന്താ ഇത്ര വിവരമില്ലേ? ബന്ധുരേച്ചിയുടെ കല്യാണം ഉടനെ നടത്തിയ വീട് പിന്നെ ആര് നോക്കും? വീട് സ്ഥലം ബാങ്കിൽ പണയപ്പെടുത്തിയിരിക്കുകയല്ലേ? ബന്ധുരേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ബാങ്കിലെ രൂപ ആരെ അടച്ചു തീർക്കും? ബാങ്കുകാർ ലേലം ചെയ്യും, അറിയോ? അത് പോട്ടെ, കൃഷ്ണയെ പിന്നെ ആര് കെട്ടിച്ചു വിടും? അതോ കൃഷ്ണ വീട്ടിൽ നരകിച്ച് കഴിയണമെന്നാണോ? ഇന്ദുലേഖ ചോദിച്ചു. ദേവകിയമ്മയ്ക്ക് ഉത്തരമില്ലായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും അമ്മയെ കാണാതിരുന്നതുകൊണ്ട് ബന്ധുര വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ചെന്നു. ബന്ധുരയെ കണ്ടതും ഇന്ദുലേഖ സംസാരം നിർത്തി. അമ്മേ, വാ പോകാം. വീട്ടിൽ കൃഷ്ണ തനിച്ചല്ലേ ഉള്ളൂ? ബന്ധുര തിടുക്കം കൂട്ടി. ദേവകിയമ്മ തിരിഞ്ഞു നടന്നു. ബന്ധുരേച്ചി, നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാം, ഇന്ദുലേഖ പറഞ്ഞു. ബന്ധുര മൃദുവായി പുഞ്ചിരിച്ചിട്ട് വഴിയിലേക്ക് ഇറങ്ങി നടന്നു. വീട്ടിലെത്തിയിട്ടും ദേവകിയമ്മയുടെ കാതുകളിൽ ഇന്ദുലേഖയുടെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾ പറഞ്ഞത് സത്യമാണെന്ന് ദേവകിയമ്മയ്ക്കും തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ഇന്ദു ചേച്ചിയുടെ അമ്മായിയമ്മയുടെ പ്രകടനം? കൃഷ്ണപ്രിയ ചോദിച്ചു. നമ്മൾ കൊടുത്ത സ്വർണം വിശ്വജിത്തിന്റെ പെങ്ങൾക്കുള്ളതാ. നീ പറഞ്ഞത് നേരാ. ആ പെണ്ണിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക, ബന്ധുര പറഞ്ഞു. കൃഷ്ണപ്രിയ ദേവകിയമ്മയെ നോക്കി. എങ്ങനുണ്ട് അമ്മേ? ഞാൻ തോന്നിയാസം പറഞ്ഞതല്ലെന്ന് ഇപ്പോ മനസ്സിലായില്ലേ? ദേവകിയമ്മ ശബ്ദിച്ചില്ല. രാത്രി അത്താഴത്തിന് ഇരിക്കുമ്പോ ബന്ധുര മടിച്ചു പണിച്ചു പറഞ്ഞു. അമ്മയോട് ഒരു കാര്യം പറയണമെന്ന് ഇന്നലെ മുതൽ വിചാരിക്കണതാ. ബന്ധുര ഒന്ന് നിർത്തിയിട്ട് ശബ്ദം താഴ്ത്തി തുടർന്നു. വേറൊന്നുമല്ല, ബാലചന്ദ്രൻ സാറിന്റെ കാര്യ. പൊടുന്നനെ ദേവകിയമ്മ ബന്ധുരയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ബാലചന്ദ്രൻ സാറിന് എന്നെ ഇഷ്ടമാണ്, എനിക്കും. അതുകൊണ്ട് അമ്മ പറയണത് പോലെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് മുമ്പ് നീ പറഞ്ഞു വരുന്നത്? ദേവകിയമ്മ അന്താളിപ്പോട് ചോദിച്ചു. ബാലചന്ദ്രൻ സാറിന് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണ്. വലിയ ചടങ്ങൊന്നും വേണ്ട, ബന്ധുര തീർത്തും പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ദേവകിയമ്മ ഏറെ നേരം മൗനം പൂണ്ടിരുന്നു. പിന്നെ മെല്ലെ വിളിച്ചു. മോളെ ബന്ധുരെ. ബന്ധുര മുഖമുയർത്തി. ഇപ്പൊ നീ കല്യാണം കഴിച്ചാ എങ്ങനാ മോളെ? നീ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാ വീട് സ്ഥലം ഈടുവെച്ച കടം ആര് തീർക്കും? കൃഷ്ണയുടെ കാര്യം പിന്നെ ആര് നോക്കും? ദേവകിയമ്മ ഇടറിയ സ്വരത്തിൽ ചോദിച്ചു. അമ്മയുടെ വാക്കുകൾ കേട്ട് ബന്ധുരയിൽ വല്ലാത്തൊരു സ്ഫോടനമുണ്ടായി. അമ്മ തന്നെയാണോ പറയുന്നതെന്ന് ബന്ധുരയ്ക്ക് സംശയമായി. ഇന്നലെ ബാലചന്ദ്രൻ സാറിനെ കുറിച്ച് അമ്മ തന്നെയാണ് സൂചിപ്പിച്ചത്. ബാലചന്ദ്രൻ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോ അമ്മയ്ക്ക് 100 നാവായിരുന്നു. എന്നിട്ടിപ്പോ ഒരു ദിവസം കൊണ്ട് അമ്മയുടെ മനസ്സ് മാറിയിരിക്കുന്നു. കൃഷ്ണപ്രിയയ്ക്ക് അമ്മയോട് കടുത്ത ദേഷ്യം തോന്നി. അമ്മ ഇന്നലെ എന്താ പറഞ്ഞത്?
ബാലചന്ദ്ര സാറ് നല്ലവനാണെന്നും നമ്മുടെ കുടുംബത്തെ സ്വന്തമായി കരുതി സ്നേഹിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞതെല്ലാം വിഴുങ്ങിക്കളഞ്ഞോ? അതോ ബന്ധുരേച്ചിയെ കറവ പശുവായി നിർത്തണമെന്ന് ഇന്ദു ചേച്ചി പറഞ്ഞു തന്നോ? കൃഷ്ണപ്രിയ ദേഷ്യത്താലും സങ്കടത്താലും ശബ്ദമുയർത്തി. അവൾ ഇത്ര കൃത്യമായി പറഞ്ഞതിൽ ദേവകിയമ്മ അത്ഭുതപ്പെട്ടു. ബന്ധുരേച്ചി, ഇത് അമ്മയുടെ വായിന്ന് പൊഴിഞ്ഞു വീണതാവാൻ വഴിയില്ല. ഇതേ ഇന്ദു ചേച്ചിയുടെ വക്രബുദ്ധിന്ന് കിട്ടിയ അറിവാണ്, സംശയം വേണ്ട. ബന്ധുര ഓർത്തു നോക്കി. കൃഷ്ണ പറഞ്ഞത് ശരിയാണ്. ഇന്ദുലേഖ അമ്മയെ വിളിച്ചു മാറ്റി നിർത്തി സംസാരിച്ചത് ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കും. ബന്ധുര ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി. ഇതെന്താടി ബന്ധുരെ ഒന്നും കഴിക്കാതെ എണീറ്റ് പോയത്? ദേവകിയമ്മ വിളിച്ചു ചോദിച്ചു. മറുപടി പറഞ്ഞത് കൃഷ്ണപ്രിയയാണ്. ബന്ധുരേച്ചിക്ക് നല്ലോണം വയറ് നിറഞ്ഞു, അതുകൊണ്ടാ എണീറ്റത്. അവളും എഴുന്നേറ്റു. ദേവകിയമ്മയും കഞ്ഞുകൂടി മതിയാക്കി പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചു. ദേവകിയമ്മ ചെല്ലുമ്പോൾ ബന്ധുര കിടക്ക വിരിക്കുകയായിരുന്നു. ബന്ധുരെ, ദേവകിയമ്മ വാതിൽക്കിൽ നിന്ന് വിളിച്ചു. ബന്ധുര വാതിൽക്കിലേക്ക് മുഖം തിരിച്ചു. മോളെ ബന്ധുരെ, അമ്മയ്ക്ക് അങ്ങനെ ഒരാഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. നീ ഭർത്താവും കുട്ടികളും ഒത്ത് കുടുംബമായി ജീവിക്കുന്നത് കാണാൻ ഈ അമ്മയ്ക്കും കൊതിയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി നിനക്കറിയാലോ, അതുകൊണ്ടാ അമ്മ അങ്ങനെ പറഞ്ഞത്. നീ വിവാഹം കഴിച്ചു പോയ ഈ വീട് നോക്കാൻ മറ്റാരാണുള്ളത്? ദേവകിയമ്മ മുറിയിലേക്ക് കയറി. കല്യാണം കഴിഞ്ഞാലും ഞാൻ അതൊന്നും ചെയ്യില്ലെന്നാണോ അമ്മ കരുതിയത്? ബാലചന്ദ്ര സാറ് അത്തരക്കാരനാണോ അമ്മേ? ഒരു ബന്ധവും ഇല്ലാതിരുന്നിട്ട് പോലും നമ്മെ സഹായിച്ചിട്ടില്ലേ? സാറ് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ദുന്റെ കല്യാണം നടക്കുമായിരുന്നോ? ബാലചന്ദ്രൻ സാറിന്റെ കടത്തെക്കുറിച്ച് സാർ എന്താ ഒന്നും പറയാത്തെ? മറന്നുപോയോ? ബന്ധുര ദുഃഖത്തോടെ ചോദിച്ചു. ദേവകിയമ്മയ്ക്ക് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു. ഒടുവിൽ എവിടുന്നൊക്കെയോ വാക്കുകൾ തപ്പി തടഞ്ഞ് പെറുക്കിയെടുത്ത് ദേവകിയമ്മ പറഞ്ഞു. മറന്നിട്ടില്ല ബന്ധുരെ, ബാലചന്ദ്ര സാറിനെ എന്നും ഓർക്കാറുമുണ്ട്. എന്റെ മകൾക്ക് കിട്ടാവുന്നതിലെ ഏറ്റവും യോഗ്യനായ ഭർത്താവായിരിക്കും ബാലചന്ദ്ര സാറെന്നും അറിയാം. പക്ഷേ ദേവകിയമ്മയുടെ വാക്കുകൾ മുറിഞ്ഞു. മിഴിക്കോണുകളിൽ നിന്നും രണ്ടിറ്റ് നീർമുത്തുകൾ കുഴിഞ്ഞ കവിൾത്തടങ്ങളിലേക്ക് പിടഞ്ഞു വീണു. വികാര വിക്ഷോഭത്താൽ അവർ ഒന്നുലഞ്ഞു. വീണ്ടും ദേവകിയമ്മയുടെ ഇടറിയ സ്വരം. മോളെ, ദൈവത്തിന്റെ കൃപയാൽ നിനക്ക് നല്ലൊരു ജോലിയുണ്ട്. ഉദ്യോഗമുള്ള പെണ്ണിന് ഏത് പ്രായത്തിലും ഒരു ആണിന് കിട്ടും. പക്ഷെ ജോലിയും വലിയ പഠിപ്പുമില്ലാത്ത പെണ്ണിനോ? കൃഷ്ണപ്രിയയെ കുറിച്ചാണ് അമ്മ പറഞ്ഞു വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ദേവകിയമ്മ തുടർന്നു. ഒരു പ്രായം കഴിഞ്ഞ കൃഷ്ണയുടെ കല്യാണം നടക്കൂ. അതുകൊണ്ട് നീ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചാ മതിയെന്നാ അമ്മ പറയണത്. വേറൊരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാ. പറഞ്ഞതും ദേവകിയമ്മ നേരിയതിന്റെ തലകൊണ്ട് കണ്ണും മുഖവും തുടച്ച് മുറുക്കി പുറത്തിറങ്ങി. ബന്ധുരയ്ക്ക് ഒന്ന് പൊട്ടിക്കരയുവാൻ പോലും തോന്നി. ഈ ഒരു ജന്മം മുഴുവൻ കിനാക്കളും മോഹങ്ങളും ഉള്ളിലൊതുക്കി താൻ ജീവിക്കാം. പക്ഷെ ബാലചന്ദ്രൻ സാറോ? ആ പാവ മനുഷ്യൻ തനിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ബാലചന്ദ്രൻ സാറിന്റെ പ്രതീക്ഷകളുടെ തെളിഞ്ഞു കത്തുന്ന ഒരു മൺചിരാതാണ് ഞാൻ. അത് അണഞ്ഞു പോയി എന്നറിയുമ്പോ ആ മനുഷ്യൻ തകർന്നു പോവും. പിന്നെ ഒരിക്കലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല. ബന്ധുര തലയിണയിൽ മുഖം പൊഴുത്തി വിങ്ങി വിങ്ങി കരഞ്ഞു. ബന്ധുരേച്ചി, കൃഷ്ണപ്രിയ അവളെ കൈതൊട്ട് വിളിച്ചു. അമ്മ ദുഷ്ടയാ, ചോർത്തയാ. എന്നാലും ഇത്രയും ദുഷ്ടത്തരം കയ്യിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കൃഷ്ണപ്രിയ മുഖം ചുളിച്ചു. കൃഷ്ണ, അങ്ങനൊന്നും പറയരുത്. അമ്മ പറയണതാ നേര്. ഞാനൊരു ജീവിതം തേടിപ്പോയാ ഈ കുടുംബം അനാഥമാകും. അത് പാടില്ല കൃഷ്ണേ. എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് എന്റെ വീടാ, നിങ്ങളാ, എന്റെ അമ്മയും അനുജത്തിമാരും. പൊട്ടിക്കരഞ്ഞു പോകുമെന്നായപ്പോ ബന്ധുര വായു പൊത്തി. പിന്നെ കണ്ണുകൾ ഇറുകെ പൂട്ടിക്കിടന്നു. ബന്ധുര മൂകം കരയുകയായിരുന്നു. നേരം പുലർന്നിട്ടും ബന്ധുര എഴുന്നേൽക്കാൻ വൈകി. കൃഷ്ണ എഴുന്നേറ്റ് പോയി കഴിഞ്ഞിരുന്നു. നീ എന്താ എന്നെ വിളിക്കാതിരുന്നത്? ബന്ധുര ചോദിച്ചു. കുറെ കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. ഇന്നലെ ബന്ധുരേച്ചി ഉറങ്ങിയിട്ടില്ലല്ലോ. ഉടനെ ബന്ധുര കൃഷ്ണപ്രിയയെ നോക്കി. അപ്പോഴേക്കും അവൾ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. കട്ടൻ കാപ്പി കുടിച്ചിട്ട് കുളിക്കാനായി ബന്ധുര പുറത്തേക്ക് ഇറങ്ങി. കുളി കഴിഞ്ഞു വന്ന് കുറെ നേരം കൂടി വീട്ടിലിരുന്നു. അവൾ വേഷം മാറുമ്പോ കൃഷ്ണപ്രിയ ചോദിച്ചു. ബാലചന്ദ്രൻ സാറിനെ ഒന്ന് കാണണം. വന്നിട്ട് കാണാതെ പോകാന്ന് വെച്ചാ ഞാനും വരണു ചേച്ചി. ഞാൻ കുളിച്ചിട്ട് വരാം. കൃഷ്ണപ്രിയ വേഗം കുളിച്ചു വന്നു. നിനക്ക് രാവിലെ ആണോ തയ്യൽ ക്ലാസ്? ബന്ധുര ചോദിച്ചു. എവിടേക്കാണ് പോകുന്നതെന്ന് ബന്ധുരയോട് ദേവകിയമ്മ ചോദിച്ചില്ല. ബാലചന്ദ്ര സാറിന്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് അറിയാമായിരുന്നു. ബന്ധുരയും കൃഷ്ണപ്രിയയും നടന്നു നീങ്ങുന്നത് നോക്കി ദേവകിയമ്മ വരാന്തയിൽ ഏറെ നേരം നിന്നു.
താൻ അങ്ങനെ പറഞ്ഞതിൽ ബന്ധുരയ്ക്ക് വലിയ വിഷമമുണ്ടെന്നറിയാം. പക്ഷെ മറ്റെന്താണ് വഴി? ഇന്ദുലേഖ പറഞ്ഞപ്പോഴാണ് ബന്ധുര വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞാലുള്ള ഈ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലായത്. ദേവകിയമ്മ അകത്തേക്ക് കയറി. തയ്യൽ സ്കൂളായപ്പോ കൃഷ്ണപ്രിയ ചോദിച്ചു, ബന്ധുരച്ചി തിരിച്ച് ഇതുവഴി വരികയാണെങ്കിൽ ഞാൻ കാത്തിക്കാം. വേണ്ട കൃഷ്ണേ, സഹകരണ ബാങ്കിൽ കയറി രൂപയെ അടിച്ചിട്ട് ഞാൻ വരൂ. ബന്ധുര നടന്നു. മഹാത്മാ ട്യൂട്ടോറിയൽ കോളേജിൽ ചെല്ലുമ്പോ ക്ലാസ് തുടങ്ങിയിരുന്നു. ബന്ധുരയെ കണ്ട് പ്യൂൺ രാഘവപിള്ള ഓടി വന്നു. ടീച്ചർ എന്ത് വന്നു? 2 ദിവസമായി. ബാലചന്ദ്രൻ സാർ ഇവിടെ ഉണ്ടോ? രാമചന്ദ്രൻ സാർ ഇന്ന് ലീവാ. അതിനു പകരം ബാലചന്ദ്രൻ സാർ ക്ലാസ് എടുക്കുക. ടീച്ചർ ഓഫീസിലിരുന്നോ? ക്ലാസ് തീരാറായി. ബന്ധുര ഓഫീസ് റൂമിലേക്ക് കയറി. മേശപ്പുറത്ത് കിടന്ന മാഗസിൻ വെറുതെ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ബാലചന്ദ്രൻ സാർ വന്നു. ടീച്ചർ വന്നിട്ട് ഏറെ നേരമായോ? ബാലചന്ദ്രൻ കസേരയിലേക്ക് ഇരുന്നു. 15 മിനിറ്റ്, അത്രേ ഉള്ളൂ. അവൾ മൃദുവായി ചിരിച്ചു. എന്ന് തിരിച്ചു പോകും? നാളെ രാവിലത്തെ ട്രെയിന്. പിന്നെ അവർക്കിടയിൽ കനത്ത മൗനം. ഒടുവിൽ ബാലചന്ദ്രൻ മൗനം ഭേദിച്ചു. ഋഷി ടീച്ചറിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ബന്ധുര ഒന്ന് മൂളി. ഋഷി എന്നോടും പറഞ്ഞിരുന്നു. ടീച്ചർ വിവാഹം കഴിച്ച ഋഷിയുടെ ഭാര്യയുടെ സംശയം തൽക്കാലത്തേക്ക് തീരുമെന്ന് അയാൾ വിശ്വസിക്കുന്നു. ബാലചന്ദ്രൻ ഒന്ന് നിർത്തിയിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. തന്നെയല്ല, എനിക്കും ഒരു ക്യൂട്ട് വേണമെന്നൊരു തോന്നൽ. കുറച്ചു നാളായി ഞാനത് ആഗ്രഹിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം നിഴൽ പോലെ കൂടെ നടക്കാൻ ഒരു പങ്കാളി. ടീച്ചറിന് അമ്മയോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അമ്മയോട് സംസാരിക്കാം. ടീച്ചർക്ക് വിരോധമില്ലല്ലോ? അയാൾ മറുപടിക്കായി കാത്തു. നിമിഷങ്ങളേറെ കൊഴിഞ്ഞു വീണിട്ടും ബന്ധുരയിൽ നിന്നും മറുപടി ഉണ്ടായില്ല. അവൾ മുഖം കുനിച്ചിരുന്നതേ ഉള്ളൂ. ബന്ധുര ടീച്ചറെ, അയാൾ മെല്ലെ വിളിച്ചു. അവൾ സാവധാനം മുഖമുയർത്തി. ടീച്ചർക്ക് നല്ലൊരു ജോലിയായി. ഇനി അതേ ഗ്രേഡിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ടീച്ചറിന്റെ മനസ്സിലുള്ളതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്താണെങ്കിലും ഒന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ടീച്ചറിന് നല്ലൊരു ജീവിതം ഉണ്ടാകണം. ഈ ദുഃഖങ്ങൾക്കെല്ലാം ശാശ്വതമായ ഒരു അവധി കൊടുത്തിട്ട് ടീച്ചർ മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നത് കാണുന്നൊരു മോഹം, അത്രേ ഞാൻ ആശിക്കുന്നുള്ളൂ. നല്ല ഉദ്യോഗമുള്ള ടീച്ചറിന് വേണ്ടി ഒരാളെ കണ്ടെത്താൻ ഞാനും ശ്രമിച്ചോട്ടെ. ബാലചന്ദ്രൻ ശബ്ദം അല്ലാതെ വിറച്ചു. അരുത് ബാലചന്ദ്രൻ സാറേ, അങ്ങനൊന്നും പറയരുത്. എനിക്കത് കേൾക്കാനുള്ള ത്രാണിയില്ല. അവൾ നനഞ്ഞു വന്ന കണ്ണുകൾ ഒപ്പിയിട്ട് തുടർന്നു. എനിക്ക് കൊച്ചു കൊച്ചു മോഹങ്ങളും സ്വപ്നങ്ങളും മാത്രമേ ഉള്ളൂ സാറേ. എന്റെ സ്വപ്നങ്ങളിൽ കിളിക്കൂട് പോലെ ഒരു കൊച്ചു വീടും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഭർത്താവും പിന്നെ പിന്നെ ആ സ്നേഹത്തിന് മുന്നിൽ സമർപ്പിക്കാൻ 2 കുഞ്ഞുങ്ങളും. എന്റെ ആ സ്വപ്നങ്ങളിൽ ഇന്നും എന്നും ഈ ബന്ധുരുടെ മരണം വരെയും പുനർജന്മമുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലും ബാലചന്ദ്രൻ സാർ മാത്രമേ ഉള്ളൂ. എന്റെ ഈ കൊച്ചു മനസ്സിലേക്ക് കിനാക്കളിൽ പോലും മറ്റൊരാൾ കടന്നു വന്ന ആ നിമിഷം ഈ ബന്ധുര ഒരു മുഴം കയറിൽ ജീവൻ കൊടുക്കും, തീർച്ച. ടീച്ചറെ! ബാലചന്ദ്രന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുമാണ് ശബ്ദം പുറത്തേക്ക് വന്നത്. വീണ്ടും ബന്ധുരയുടെ വിറങ്ങലിച്ച ശബ്ദം. പക്ഷേ പക്ഷേ എനിക്ക് ആ സ്വപ്നങ്ങൾ മാത്രം കാണാനേ കഴിയൂ ബാലചന്ദ്രൻ സാറേ. കാണുന്ന സ്വപ്നങ്ങൾക്ക് നിറക്കൂട്ട് പോരാൻ ആ ബന്ധുരയ്ക്ക് കഴിയില്ല. ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു പെണ്ണിന് സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ വലുത് കുടുംബമല്ലേ ബാലചന്ദ്രൻ സാറേ. അവള് നിറഞ്ഞൊഴുകി വന്ന കണ്ണുനീർ തുടച്ചിട്ട് തുടർന്നു. പണ്ടെന്നോ വായിച്ചു പഠിച്ച കവിത ഒരിക്കൽ സാർ എന്നെ ഓർമ്മിപ്പിച്ചില്ലേ? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരി. എനിക്ക് അന്നേ ആ വരികളുടെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലായില്ലെങ്കിലും ഇന്ന് എനിക്കത് മനസ്സിലാവും ബാലചന്ദ്രൻ സാറേ. ജീവിച്ചിരിക്കുന്ന ഈ ബന്ധുരയും കുടുംബ ബന്ധങ്ങളുടെ ബന്ധനത്തിലാണ്, ഒരിക്കലും മോചനമില്ലാത്ത ബന്ധനം. പറഞ്ഞതും ബന്ധുരയിൽ നിന്നും നേർത്തൊരു തേങ്ങൽ ഉയർന്നു. പിന്നെ അവൾ അവിടെ നിന്നില്ല, പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഒന്ന് ചലിക്കാൻ പോലും ആവാതെ ബാലചന്ദ്രൻ നിശ്ചലം നിന്നുപോയി. ബന്ധുര വീട്ടിൽ ചെല്ലുമ്പോ ഇന്ദുലേഖയും വിശ്വജിത്തും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വരവിന്റെ ഉദ്ദേശം ബന്ധുരയ്ക്ക് മനസ്സിലായി. 1.5 ലക്ഷം രൂപയ്ക്ക് ജാമ്യം നിൽക്കണമെന്ന് പറയാൻ വന്നതാണ്. 1.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് തീരെ നിസ്സാരമാണെന്നാവും അവരുടെ ധാരണ. ഞങ്ങൾ എത്ര നേരമായിന്നറിയോ വന്നിട്ട്? ബന്ധുരേച്ചി അവിടെ പോയിരിക്കായിരുന്നു, ഇന്ദുലേഖ ചോദിച്ചു. നിങ്ങൾ വരുന്നോന്ന് വെച്ച് എനിക്ക് പോകേണ്ടടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ? ബന്ധുര മറു ചോദ്യത്തിൽ ഉത്തരം നൽകി അകത്തേക്ക് കയറി. ബാലചന്ദ്രൻ സാറിനെ കാണാൻ പോയതാവും.
ചേച്ചിക്ക് വേറൊരു പണിയില്ലേ? ഒരു പാരലൽ കോളേജ് നടത്തുന്ന ആളെ കാണാൻ. ഇപ്പോ അയാൾക്കൊരു മോഹം ഉണ്ടാവും മുന്തിരിച്ചിയെ കല്യാണം കഴിച്ച കൊള്ളാന്ന്. ബാങ്കിലെ ഉദ്യോഗസ്ഥയാവുമ്പോ 5 ശമ്പളം പിടുങ്ങാമല്ലോ. അയാളുടെ മനസ്സിലിരിപ്പേ അതായിരിക്കും. ഇന്ദുലേഖ തെല്ലുച്ചത്തിലാണ് പറഞ്ഞത്. അവൾ പറഞ്ഞത് കേട്ട് അകത്തേക്ക് കയറിയ ബന്ധുര തിരികെ വന്നു. നീ എന്താ പറഞ്ഞത്? ബന്ധുരയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു തൊടുത്തു. അവൾ ഇന്ദുലേഖയ്ക്ക് മുന്നിലേക്ക് നീങ്ങി നിന്നു. നീ പുച്ഛത്തിൽ പറഞ്ഞ ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇന്ന് നീയും ഞാനും കൃഷ്ണയും നമ്മുടെ അമ്മയും ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. അറിയാം നിനക്ക്? ബാലചന്ദ്രൻ സാറിന്റെ ഔദാര്യമാണ് നിന്റെ കഴുത്തിൽ കിടക്കണ ഈ മംഗല്യ ചരട്. അത് മറക്കണ്ട. പറഞ്ഞതും ബന്ധുരകത്തേക്ക് പോയി. എന്റെ ബന്ധുരേച്ചി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൃഷ്ണപ്രിയ ബന്ധുരയെ കെട്ടിപ്പിടിച്ചു. ഇന്ത്യച്ചി വന്നപ്പോ മുതൽ തുടങ്ങിയതാ ബാലചന്ദ്രൻ സാറിന്റെ കുറ്റം പറച്ചില്. ബന്ധുരേച്ചി ബാലചന്ദ്രൻ സാറിനെ കാണാൻ പോയതിന് ഇന്ദു ചേച്ചിക്കാ നാണക്കേട്, കൃഷ്ണപ്രിയ പറഞ്ഞു. ബന്ധുര ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോ ഇന്ദുലേഖ മുറിയിലേക്ക് വന്നു. ബന്ധുരേച്ചി, അവൾ വിളിച്ചു. ഞാൻ വരണു. ബന്ധുര സാരി മാറ്റിയെടുത്ത് വന്നു. ഞങ്ങൾ വന്നതേ ചേച്ചിയോട് ഒരു കാര്യം പറയാനാ. പറയാൻ പോകുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ടും ബന്ധുര അജ്ഞത നടിച്ചു. എന്താ കാര്യം? അത് വിശ്വത്തിന് സ്വന്തമായി ഒരു സ്റ്റുഡിയോ തുടങ്ങണമെന്നുണ്ട്. ടൗണിൽ അതിനെ പറ്റിയൊരു മുറിയും കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 1.5 ലക്ഷം രൂപയുണ്ടെങ്കിലേ തുടങ്ങാൻ പറ്റൂ. ഇന്ദുലേഖ പറഞ്ഞിട്ട് വരാന്തയിൽ നിൽക്കുന്ന വിശ്വജിത്തിനെ ഒളികണ്ണാൽ നോക്കി. അവൻ കണ്ണുകളാൽ എന്തോ അവളോട് പറഞ്ഞു. വിശ്വത്തിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? ബാക്കി ഉണ്ടാക്കിയാൽ മതിയല്ലോ, ബന്ധുര ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യം ഇന്ദുലേഖ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവൾ ആദ്യം ഒന്ന് പതറി, പിന്നെ പതിയെ പറഞ്ഞു. വിശ്വത്തിന്റെ കയ്യിൽ ഒന്നുമില്ല മധുരേച്ചി. 1 രൂപ പോലും കയ്യിലില്ലാതെയാണോടി ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നത്? കുറച്ചു രൂപയെങ്കിലും കയ്യില്ലാതെ ആരെങ്കിലും എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കുമോ? ബന്ധുര നീരസത്തോടെ ചോദിച്ചു. ഇന്ദുലേഖയ്ക്ക് മറുപടി ഇല്ലായിരുന്നു. ബന്ധുര വരാന്തയിലേക്ക് ചെന്നു. എന്താ വിഷയം? ഇന്ദുവിനെ കെട്ടണമെങ്കിൽ 50,000 രൂപ സ്ത്രീധനം വേണമെന്ന് വാശി പിടിച്ചത് സ്റ്റുഡിയോ തുടങ്ങാനാണെന്ന് പറഞ്ഞായിരുന്നില്ലേ? എന്നിട്ട് എന്തായി? വിശ്വജിത്ത് ഒന്ന് പരുങ്ങി. അത് കല്യാണ ആവശ്യത്തിനൊക്കെ ആയി തീർന്നു. ഇനിയിപ്പോ ബന്ധുരേച്ചി സഹായിച്ചില്ലെങ്കിൽ സ്റ്റുഡിയോ തുടങ്ങാനാവില്ല. ടൗണിൽ ഇത്രയും നാൾ ജോലി ചെയ്തിട്ട് ഒരു ക്യാമറ പോലും വാങ്ങാൻ വിശ്വത്തിന് കഴിഞ്ഞില്ലല്ലോ. ആ വിശ്വം പിന്നെ എങ്ങനെ 1 വർഷം കൊണ്ട് 1.5 ലക്ഷം രൂപയും അതിന്റെ പലിശയും തിരിച്ചടയ്ക്കും? ബന്ധുര ചോദിച്ചു. വിശ്വജിത്തിന്റെ മുഖം മങ്ങി. ഇന്ദുലേഖയ്ക്ക് ദേഷ്യം വന്നെങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി വിശ്വജിത്തിന്റെ കയ്യിൽ നിന്നും 3-4 കടലാസ് വാങ്ങി ബന്ധുരയ്ക്ക് നേരെ നീട്ടി. ബന്ധുരേച്ചി, അതും ഇതും പറഞ്ഞ് സമയം കളയാതെ ഇതിലൊക്കെ ഒന്ന് ഒപ്പിട്ടുതാ. ഞങ്ങൾക്ക് പോകാൻ തിടുക്കമുണ്ട്. സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ ചേച്ചി അയച്ചു തന്നാ മതി. ഇന്ദുലേഖ ധൃതി കൂട്ടി. ബന്ധുര കടലാസ് വാങ്ങി നോക്കി. ഞാൻ ജോലിക്ക് കയറിയിട്ടേ 2 മാസമേ ആയിട്ടുള്ളൂ. ഇത്ര പെട്ടെന്ന് ഒരു ലോണിന് ഞാൻ ജാമ്യം നിൽക്കുന്നത് ശരിയല്ല. 5-6 മാസമെങ്കിലും കഴിയട്ടെ. അവൾ കടലാസുകൾ തിരികെ കൊടുത്തു. അത് പറ്റില്ല. അടുത്ത മാസം തന്നെ ഞങ്ങൾക്ക് രൂപ വേണം. ഞങ്ങൾ രൂപയൊന്നും ചോദിച്ചില്ലല്ലോ, ജാമ്യം നിൽക്കാനല്ലേ പറഞ്ഞുള്ളൂ. ബന്ധുരേച്ചി ഒപ്പിട്. ഇന്ദുലേഖ ശബ്ദമുയർത്തി. ഇന്ദു, ഞാൻ പറഞ്ഞല്ലോ 6 മാസം കഴിയാതെ ഞാൻ ജാമ്യം നിൽക്കില്ല. ഇത്രയും നാള് സ്റ്റുഡിയോ ഒന്നുമില്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പോഴെന്താ ഒരു തിടുക്കം? ബന്ധുരയ്ക്ക് ദേഷ്യം വന്നു. അത് ബന്ധുരേച്ചി അറിയണ്ട. ഒപ്പിട്ട് തരാൻ പറ്റുമോ ഇല്ലയോ അത് പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പൊ പറ്റില്ല. ബന്ധുര തീർത്തു പറഞ്ഞു. ബാലചന്ദ്ര സാറ് പറഞ്ഞു കാണും ജാമ്യം നിൽക്കണ്ടാന്ന്. അയാൾക്ക് നഷ്ടം വന്നാലോ എന്നുള്ള പേടിയായിരിക്കും. ഇന്ദുലേഖ പെറുപെറുത്തു. അതുവരെ മിണ്ടാതിരുന്ന കൃഷ്ണപ്രിയ വരാന്തയിലേക്ക് ഇറങ്ങി ചെന്നു. ബാലചന്ദ്രൻ സാറല്ല ഇന്ദു ചേച്ചി പറഞ്ഞു കൊടുത്തത്. ഞാനാ ബന്ധുരേച്ചിയോട് ഒപ്പിട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞത്. വിശ്വൻ ചേട്ടന്റെ പെങ്ങളുടെ കല്യാണത്തിന് ബന്ധുരേച്ചിയാണോ ജാമ്യം നിന്ന് രൂപ വാങ്ങി തരേണ്ടത്? കൃഷ്ണപ്രിയ ചോദിച്ചു. ഇന്ദുലേഖയുടെ വായ അടഞ്ഞുപോയി. വിശ്വജിത്തും വല്ലാതായി. ഇന്ദു, വാ പോകാം. നാണം കെട്ട് ഇനി ഇവിടെ നിൽക്കണ്ട. വിശ്വജിത്ത് പിന്നെ ദേഷ്യത്തിൽ ബന്ധുരയെ നോക്കി. ഞാൻ സ്റ്റുഡിയോ തുടങ്ങുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ അനുജത്തി സുഖമായി ജീവിക്കാൻ വേണ്ടിയാ. ഇന്ദുലേഖ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ജാമ്യം നിന്നില്ലെങ്കിൽ വേണ്ട. ഈ വീടിനും സ്വത്തിനും എനിക്ക് അവകാശമുണ്ടല്ലോ. ഇത് ഭാഗം ചെയ്ത് എന്റെ വീതം തന്നേക്ക്. അവർ എല്ലാവരും കേൾക്കെ ഉറക്കെ പറഞ്ഞു. അത് കേട്ട് ബന്ധുര ധരിച്ചു നിന്നുപോയി. ഇന്ദുലേഖ വീടിന്റെ ഭാഗം ചോദിച്ചിരിക്കുന്നു. ബന്ധുര ഒരു അപരിചിതയെ എന്നോണം ഇന്ദുലേഖയെ നോക്കി. അവൾ ബന്ധുരയെ ഗവനിക്കാതെ അടുക്കളയിൽ പാഞ്ഞു ചെന്നു. ദേവകിയമ്മ മക്കൾ പറയുന്നതെല്ലാം കേട്ട് നെഞ്ചി തകർന്നു നിൽക്കുകയായിരുന്നു. അമ്മേ, ഇന്ദുലേഖ കലിയോടെ വിളിച്ചു. ഈ വീട് സ്ഥലവും എത്രയും വേഗം ഭാഗം ചെയ്തേ എനിക്ക് എന്റെ വീതം കിട്ടണം. മോളെ ഇന്ദു, ദേവകിയമ്മ ഇടനെഞ്ചി പൊട്ടി വിളിച്ചു. വേണ്ട, തേനും പാലും ഒഴിച്ച് ഇനി എന്നെ വിളിക്കണ്ട. ഇവിടെ ഉള്ളവർക്ക് ജോലിക്കാരി മകളെ മതിയല്ലോ.
ആ മകള് പറയണതല്ലേ വേദവാക്യം. ബന്ദുരേച്ചി ഈ കാശൊക്കെ ചെലവാക്കണത് ഒന്നും കാണാനിട്ടല്ല. ഈ സ്ഥലവും വീടും അടിച്ചെടുക്കാനുള്ള അടവാ. ഇതെല്ലാം ആ ബാലചന്ദ്ര സാറിന്റെ ബുദ്ധിയാ. അയാൾ ബന്ദുരേച്ചിക്ക് കൈവശം കൊടുത്ത് വെച്ചിരിക്കുക. അവൾ ഒന്ന് നിർത്തിയിട്ട് കടുപ്പിച്ചു പറഞ്ഞു. അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? ഈ മാസം തന്നെ വീടും സ്ഥലവും ഭാഗം ചെയ്ത് എനിക്ക് എന്റെ വീതം കിട്ടണം. അത് തന്നില്ലെങ്കിൽ ഇവിടെ കോടതി നിയമവും ഉണ്ട്. ഞാൻ കോടതി പോകും, പറഞ്ഞില്ലാന്ന് വേണ്ട. അവൾ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ വിശ്വജിത്തിനോടൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് തിരിഞ്ഞു നിന്നു. ഇന്നു മുതല് നിങ്ങൾ എന്റെ ചേച്ചിയല്ല. ആ ട്യൂട്ടോറിയൽ കോളേജുകാരനുമായി സുഖിച്ച് കഴിയാമെന്നൊന്നും കരുതണ്ട. അതിനു മുമ്പ് നീ പുഴുത്ത് ചാകത്തേ ഉള്ളൂടി. നീ നോക്കിക്കോ. ബന്ധുരയോടായി വിളിച്ചു പറഞ്ഞിട്ട് ഇന്ദുലേഖ വിശ്വജിത്തിനോടൊപ്പം നടന്നു. എല്ലാം കേട്ട് ബന്ധുര നിശ്ചലം നിർനിമേഷം നിന്നു. ഇന്ദുലേഖയുടെ ഓരോ വാക്കും അവളുടെ ഹൃദയത്തിൽ 1000 മുള്ളുകളായി തറഞ്ഞു കയറി. അസഹ്യമായ വേദനയാൽ അവൾ പിടഞ്ഞു. കണ്ണുകളിൽ നിന്നും നീരുറവ പൊട്ടിയൊഴുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവൾ കരഞ്ഞുപോയി. ബന്ധുരേച്ചി, കൃഷ്ണപ്രിയ വർദ്ധിച്ച ദുഃഖത്തോടെ വിളിച്ചു. ഇന്ദു ചേച്ചി വല്ലതും പറഞ്ഞതിന് ബന്ധുരേച്ചി എന്തിനാ സങ്കടപ്പെടുന്നത്? പുഴുക്കുത്തേറ്റ മനസ്സാ ഇന്ദു ചേച്ചിയുടേത്. അങ്ങനെയുള്ളവർ പറഞ്ഞ ഫലിക്കില്ല. അവൾ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. ദേവകിയമ്മ മുറിയിലേക്ക് ചെന്നു. ഒന്ന് ജാമ്യം നിൽക്കുന്നത് കൊണ്ട് നിനക്കെന്താ ഭദ്ര നഷ്ടം വരണത്? അവര് രൂപ തിരിച്ചടയ്ക്കുമല്ലോ, പിന്നെന്താ? ഒന്നില്ലേലും അവള് നിന്റെ അനുജത്തിയല്ലേ? അതോ അവര് കരുതുന്നത് പോലെ അവർ രക്ഷപ്പെടുന്നതിൽ നിനക്ക് അസൂയുണ്ടോ? ദേവകിയമ്മ ചോദിച്ചു. ബന്ധുര തകർന്നുപോയി. അമ്മയും തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു, തന്നെ സംശയിച്ചിരിക്കുന്നു. ബന്ധുരയ്ക്ക് സഹിക്കാവുന്നതിലും ഏറെയായിരുന്നു അത്. അവൾ ഒരു തളർച്ചയോടെ കട്ടിലേക്കിരുന്നു. കൃഷ്ണപ്രിയയ്ക്ക് അമ്മയോട് കടുത്ത ദേഷ്യമുണ്ടായി. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയണത്? ഇന്ദു ചേച്ചിയുടെ നാത്തൂന്റെ കല്യാണത്തിന് വേണ്ടിയാ രൂപ എടുക്കണതെന്ന് പറഞ്ഞില്ലേ? അതിന് ബന്ധുരേച്ചി എന്തിനാ ജാമ്യം നിൽക്കണത്? അമ്മേ, ഇപ്പൊ തന്നെ കടം കൊണ്ട് ശ്വാസം മുട്ടി നിൽക്കുക ബന്ധുരേച്ചി. ഇവിടെ ഓരോരുത്തരായിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലരുത് ഈ പാവത്തിനെ. ദേഷ്യത്താലും സങ്കടത്താലും കൃഷ്ണപ്രിയ തേങ്ങിപ്പോയി. ദേവകിയമ്മ വീണ്ടും ഇന്ദുലേഖയെ ന്യായീകരിച്ചു. നമ്മൾ എന്തിനാ മറ്റു കാര്യങ്ങളൊക്കെ നോക്കണത്? ഇന്ദു രൂപയൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ജാമ്യം നിൽക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അവരാ രൂപ അടയ്ക്കുകയും ചെയ്യും. പിന്നെന്താ, തല പോകുന്ന കാര്യമൊന്നും ഇന്ദു ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ബന്ധുരയ്ക്ക് ഇനിയും അവിടെ നിൽക്കാൻ മനസ്സ് അനുവദിച്ചില്ല. അമ്മ വരും വരായികൾ അറിയാതെയാണ് സംസാരിക്കുന്നത്. താൻ ചെയ്തത് ശരിയാണെന്ന് അമ്മയ്ക്ക് ഇതേവരെ തോന്നിയുമില്ല. അവൾ വേഗം കാലും മുഖവും കഴുകി വന്നു. സാരിയും ബ്ലൗസും മാറ്റിയെടുത്തു. വസ്ത്രങ്ങൾ ബ്രീഫ് കേസിലേക്ക് അടുക്കി വെക്കുമ്പോ കൃഷ്ണപ്രിയ തെല്ല് പരിഭ്രമത്തോടെ ചോദിച്ചു. ബന്ധുരേച്ചി എന്താ ഇതൊക്കെ എടുത്തു വെക്കണത്? നാളെയല്ലേ പാലക്കാട് പോകുന്നത്? ഇന്ന് തന്നെ ഞാൻ പോവുക കൃഷ്ണേ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അപ്പോഴേക്കും ദേവകിയമ്മയും അങ്ങോട്ട് വന്നു. ഇപ്പൊ നീ എവിടെ പോവുക? 5 മണിക്ക് ട്രെയിനുണ്ട്, ഞാൻ അതിന് പോവുക. ബന്ധുര രൂപ എടുത്ത അമ്മയുടെ കയ്യിൽ കൊടുത്തു. പലചരക്ക് കടയിലെ പറ്റു തീർക്കണം. നാളെ കൃഷ്ണയുടെ തയ്യൽ ഫീസ് കൊടുക്കണം. ബാക്കി രൂപ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തോണം. അവൾ ബ്രീഫ് കേസും തൂക്കി 4-5 ചുവട് മുന്നോട്ട് നടന്നിട്ട് തിരികെ ദേവകിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് അപ്പോ ദേവകിയമ്മയ്ക്ക് തോന്നി. അമ്മേ, ഞാനിപ്പോ അവൾക്ക് ജാമ്യം നിൽക്കാം. സ്റ്റുഡിയോ തുടങ്ങാനില്ലെന്ന് അമ്മയ്ക്കും വ്യക്തമായി മനസ്സിലായല്ലോ. എന്നാലും ഞാൻ ജാമ്യം നിൽക്കാം. പക്ഷേ നാളെ നമ്മുടെ കൃഷ്ണയ്ക്ക് ഒരു കല്യാണാലോചന വന്നാ നമ്മൾ എന്ത് ചെയ്യും? അന്ന് ഒരു വായ്പ എടുക്കണമെന്ന് വെച്ചാ പറ്റുമോ? പറയ്. അതോ വിശ്വത്തിന്റെ പെങ്ങടെ കല്യാണം നടന്നോട്ടെ, നമ്മുടെ കൃഷ്ണ ഇവിടെ നിന്നോട്ടെ എന്നാണോ അമ്മ പറയണത്? അതാണ് അമ്മയ്ക്ക് സമ്മതമെങ്കിൽ ഞാൻ എതിര് പറയണില്ല. ഞാൻ ജാമ്യം നിന്നോളാം. അമ്മ നല്ലതുപോലെ ആലോചിച്ചിട്ട് എന്നെ എഴുതി അറിയിച്ചാ മതി. ഞാൻ വന്നോളാം. പറഞ്ഞതും ബ്രീഫ് കേസ് എടുത്ത് ബന്ധുര പുറത്തേക്ക് ഇറങ്ങി നടന്നു. ബന്ധുരച്ചി നിൽക്ക്, നാളെ പോകാൻ ചേച്ചി. കൃഷ്ണപ്രിയ നേരിയൊരു കരച്ചിലോടെ പിന്നാലെ ചെന്നു. പക്ഷെ അപ്പോഴേക്കും ബന്ധുര വഴിയിലേക്ക് ഇറങ്ങി ഓട്ടോയിൽ കയറി പോയി കഴിഞ്ഞിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് വന്ന കൃഷ്ണപ്രിയ ദേവകിയമ്മയ്ക്ക് നേരെ തട്ടിക്കയറി. അമ്മ ഒറ്റ ഒരുത്തിയാ ബന്ധുരേച്ചി ആ സമയത്ത് പറഞ്ഞു വിട്ടത്. ബന്ധുരേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ ഇന്ദു ചേച്ചിയും കൂടെ ആവശ്യമില്ലാത്തത് പറഞ്ഞ് കുത്തി നോവിച്ചു വിട്ടത്? സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാതെ ഇന്ദു ചേച്ചിയുടെ കല്യാണം നടത്തിയതാണോ തെറ്റ്? മനസ്സുകൊണ്ട് ബാലചന്ദ്ര മാഷുമായി ഇഷ്ടത്തിലായിട്ടും ഈ കുടുംബത്തിനു വേണ്ടി സ്വന്തം ഇഷ്ടം മാറ്റിവെച്ചതാണോ തെറ്റ്? ദൈവം പോലും പൊറുക്കില്ലമ്മേ. അവൾക്ക് ദുഃഖം സഹിക്കാനായില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ ബന്ധുര പാലക്കാട്ടെത്തി. അവൾ നേരെ വിമൻസ് ഹോസ്റ്റലിലേക്കാണ് പോയത്. ഉച്ചയ്ക്ക് മുമ്പേ എത്തിയിരുന്നുവെങ്കിൽ ഹാഫ് ഡേ ലീവ് എടുത്താൽ മതിയായിരുന്നു. ഹോസ്റ്റലിൽ ചെന്ന ഉടനെ ക്ഷീണിതയായി അവൾ കട്ടിലേക്ക് വീണു. ആ കിടപ്പിൽ ഒന്ന് മയങ്ങി. വൈകിട്ട് ഡിന്നറിന്റെ സമയമായപ്പോ റൂംമേറ്റ് വിളിച്ചപ്പോഴാണ് ഉണർന്നത്. ഡിന്നർ കഴിച്ച് വീണ്ടും അവൾ കിടന്നു. ശരീരത്തെക്കാൾ മനസ്സിനായിരുന്നു ക്ഷീണം.
അമ്മയും എതിർത്തപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മനസ്സ് വല്ലാതെ നൊന്തുപോയി. കുടുംബത്തിന് വേണ്ടി ചെയ്തത് മുഴുവൻ പാഴായിപ്പോയോ എന്നൊരു തോന്നൽ. പിറ്റേ ദിവസം പതിവില് നേരത്തെ അവൾ ജോലിക്ക് പോയി. കുസുമം എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ എന്തൊക്കെയുണ്ട് ബന്ധുരെ വിശേഷം? എന്ത് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ. ബന്ധുര പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ബാങ്കിലെ സ്റ്റാഫൊക്കെ വന്നു തുടങ്ങിയിരുന്നു. ഓരോരുത്തരും അവരവരുടെ സീറ്റിലേക്ക് പോയി. വീട്ടിലേക്ക് തന്നെയാ പോയതെന്ന് ആർക്കറിയാം? ഹേമലത ഇല്ലാത്തതുകൊണ്ടേ ഋഷി സാറിന്റെ വീട് ഫ്രീ അല്ലേ? നിർമ്മല ആരോടൊന്നില്ലാതെ പെറുപിറുത്തു. ബന്ധുര അത് കേട്ടെങ്കിലും പ്രതികരിച്ചില്ല. ഋഷികേശ് ക്യാബിനിലേക്ക് കയറി. ബന്ധുര അത് ശ്രദ്ധിക്കാതെ ജോലി തുടങ്ങി. സമയം കടന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ പ്യൂൺ സദാശിവൻ നായർ വന്നു പറഞ്ഞു, ബന്ധുര മാഡത്തെ ഋഷി സാർ വിളിക്കുന്നു. അവൾ മെല്ലെ എഴുന്നേറ്റ് മാനേജർ ക്യാബിനിലേക്ക് കയറി. അവളെ കാത്തിട്ടെന്നോണം ഋഷി ഇരിക്കുകയായിരുന്നു. അയാൾ ഒരു കവർ അവൾക്ക് നേരെ നീട്ടി. ഇന്നലത്തെ പോസ്റ്റിൽ എനിക്ക് വന്നതാ. ബന്ധുര കവർ വാങ്ങി തുറന്നു. വെള്ളക്കടലാസിൽ ടൈപ്പ് ചെയ്ത അക്ഷരങ്ങളിലൂടെ അവൾ കണ്ണോടിച്ചു. ഋഷികേശിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹേമലതയുടെ വക്കീൽ നോട്ടീസ്. ബന്ധുര ഒന്നും മനസ്സിലാവാതെ ഋഷികേശിനെ നോക്കി. ഋഷികേശ് എന്തോ ഓർത്തിട്ടെന്നോണം കുറെ നേരം ദൂരേക്ക് മിഴികൾ അയച്ചിരുന്നു. ഋഷി സാറെ, ഇതിന്റെയൊക്കെ അർത്ഥം? ഋഷിയുടെ നോട്ടം ബന്ധുരയിലേക്ക് തിരിഞ്ഞു. 2 ദിവസം മുമ്പ് വന്ന രജിസ്റ്റേർഡാ. ഈ 2 ദിവസവും അതിന്റെ അർത്ഥം തേടുകയായിരുന്നു ഞാൻ. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്കും അത് മനസ്സിലാവില്ല ബന്ധുരെ. അയാൾ നിസ്സഹായതയോടെ പറഞ്ഞു. സാർ എന്ത് തീരുമാനിച്ചു? ബന്ധുര തീരെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ഹേമലതയുടെ നല്ല ജീവിതത്തിന് ഞാൻ വിലങ്ങുതടിയാണെങ്കിൽ എന്തിന് വെറുതെ മറ്റൊരാളുടെ ജീവിതം തകർക്കണം? വിവാഹമോചനത്തിന് സമ്മതമാണെന്ന് ഒപ്പിട്ട് ഞാൻ ഇന്ന് അയക്കും. വേണ്ട ഋഷി സാറെ, ഒരിക്കലും അത് ചെയ്യരുത്. ഈ ഡൈവോഴ്സ് നടന്ന അതിന് ഞാനൊരു നിമിത്തമായല്ലോ എന്ന കുറ്റബോധം എനിക്കുണ്ടാവും. എന്റെ മരണം വരെ അതോർത്ത് ഞാൻ ദുഃഖിക്കേണ്ടി വരും. എനിക്കത് സഹിക്കാനാവില്ല. യാചന പോലെയായിരുന്നു അവളുടെ വാക്കുകൾ. ബന്ധുരെ, ഞാൻ ഈ ജോയിന്റ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ പരസ്ത്രീ ബന്ധവും സ്ത്രീധന പീഡനവും ഒക്കെ പറഞ്ഞ് എന്നിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് അവർ കേസ് കൊടുക്കും. ആത്മാഭിമാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹേമലതയുടെ അച്ഛന് പണമുണ്ടെന്നല്ലാതെ അന്തസ്സും അഭിമാനവും ആഭിജാത്യം ഒന്നും ആ മനുഷ്യന്റെ അയലത്തുകൂടി പോയിട്ടില്ല. കോടതിക്ക് മുന്നിൽ എന്നെ തേജോവധം ചെയ്യാൻ ഞാനായിട്ട് അവസരം ഒടുക്കി കൊടുക്കണോ? ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല ബന്ധുരെ. ഋഷി പിന്നെ വിഷയം മാറ്റാനായി ചോദിച്ചു. ഞാൻ സൂചിപ്പിച്ച കാര്യം ബന്ധുര വീട്ടിൽ സംസാരിച്ചോ? ബാലചന്ദ്രൻ സാറുമായുള്ള കല്യാണക്കാര്യമാണ് ഋഷി സാർ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മയ്ക്ക് താൻ ഉടനെ വിവാഹം കഴിക്കുന്നതിൽ എതിർപ്പാണെന്ന് എങ്ങനെ ഋഷി സാറിനോട് പറയുമെന്നറിയാതെ ബന്ധുര വിഷമിച്ചു. ബന്ധുര പറഞ്ഞിട്ടുണ്ടാവില്ല. ഋഷി മൃദുവായി പുഞ്ചിരിച്ചു. ബാലചന്ദ്രൻ സാറ് അപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഈ ആഴ്ച തന്നെ ഞാൻ ബന്ധുരയുടെ വീട്ടിൽ ചെന്ന് അമ്മയോട് ഇക്കാര്യം സംസാരിക്കാം. എന്താ? അയ്യോ വേണ്ട സർ, അവൾ പെട്ടെന്ന് പറഞ്ഞു. അതെന്താ, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ടാണോ? അതുകൊണ്ടല്ല സർ. പിന്നെ? 4-5 നിമിഷത്തേക്ക് ബന്ധുര മൗനം പൂണ്ടു. പിന്നെ ഋഷിക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഭർത്താവും കുട്ടികളും മൊത്തൊരു ജീവിതം എനിക്ക് വിധിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്തിന് അതൊക്കെ സ്വപ്നം കാണണം? ഈ ഒരു ജന്മം ഇങ്ങനെ പൊക്കോട്ടെ ഋഷി സാറെ. എനിക്കതിൽ പരാതിയും പരിഭവവും ഒന്നുമില്ല. അത് പറ്റില്ല. നാളെ തന്നെ ഞാൻ അങ്ങോട്ട് പോവാം. ബന്ധുര അമ്മയോട് കാര്യമായി പറഞ്ഞിട്ടില്ല, അതാണ് സത്യം. അയാൾ പിന്നെ ഫോൺ ചെയ്യാൻ ഡയൽ കറക്കി. നാളെ ഞാൻ അവിടെ വരുന്ന കാര്യം ബാലചന്ദ്രൻ മാഷിനോടൊന്ന് പറയട്ടെ. വേണ്ട സർ, അവൾ തടഞ്ഞു. ഞാൻ അമ്മയോട് ഇക്കാര്യം പറഞ്ഞു. ഋഷി റിസീവർ ക്രൗഡിൽ വെച്ചിട്ട് ബന്ധുരിക്ക് നേരെ തിരിഞ്ഞു. അവൾ തുടർന്നു. വീട്ടിലെ പ്രാരാബ്ദങ്ങൾ ബാക്കിയാക്കി വെച്ചിട്ട് ഞാൻ വിവാഹം കഴിച്ചു പോണതിൽ അമ്മയ്ക്ക് എതിർപ്പുണ്ട്. ഒരനുജത്തിയുടെ കല്യാണം നടത്തിയതിന്റെ കടം തീർന്നിട്ടില്ല. വീടിന്റെ സ്ഥലത്തിന്റെയും ആധാരം ബാങ്കിൽ പണയപ്പെടുത്തിയിരിക്കുക. ഇനി ഒരനുജത്തി കൂടി വിവാഹപ്രായം എത്തി നിൽപ്പുണ്ട്. ഞാൻ ഒരു കുടുംബജീവിതത്തിലേക്ക് പോയ കടം തീർക്കാനും അനുജത്തിയുടെ കല്യാണം നടത്താനും വേറെ ആരുണ്ടെന്നാ അമ്മ ചോദിക്കുന്നത്. അമ്മയെ തെറ്റു പറയാനും വയ്യ ഋഷി സാറ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഏതൊരമ്മയും അങ്ങനെ ചിന്തിക്കൂ. വിവാഹം കഴിച്ചതുകൊണ്ട് വീടുമായുള്ള ബന്ധം മുറിഞ്ഞു പോകുമെന്നാണോ ബന്ധുരയുടെ അമ്മ കരുതണത്? ബാലചന്ദ്ര മാഷ് അത്തരക്കാരനാണോ? ഞാൻ അറിഞ്ഞിടത്തോളം ബാലചന്ദ്ര മാഷ് ആ കുടുംബത്തിൽ വന്ന നിങ്ങൾക്ക് അതൊരു വലിയ അനുഗ്രഹമാവും. ബന്ധുരയുടെ കുടുംബം കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ. അതെല്ലാം ഞാൻ ചെന്ന് അമ്മയെ ബോധ്യപ്പെടുത്താം, ഋഷി പറഞ്ഞു. അതൊക്കെ അമ്മയ്ക്കും അറിയാം ഋഷി സാറേ. ബാലചന്ദ്ര മാഷിനെ കുറിച്ച് അമ്മയ്ക്ക് നല്ലതേ പറയാനുള്ളൂ. പക്ഷെ 3 നേരം
പാല് തരുന്ന കറവ പശുവിനെ കൈമാറ്റം ചെയ്യണതിനാ അമ്മയ്ക്ക് എതിർപ്പ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ എന്നെ തന്നെ സ്വയം ഒന്ന് മറന്നോട്ടെ ഋഷി സാറേ. ഇനിയും പറയാനില്ലെന്ന മട്ടിൽ ബന്ദർ എഴുന്നേറ്റു. ഋഷിക്ക് നിരാശയും സങ്കടവും ഉണ്ടായി. ബന്ദർ വിവാഹം കഴിക്കാതെ നിൽക്കുന്നത് ഇന്നും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നാണ് ഹേമലതയുടെ വാദം. ബന്ദർ വിവാഹം കഴിച്ചുവെന്ന് അറിയുമ്പോൾ അവളുടെ വിശ്വാസം തെറ്റും. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഹേമലത മടങ്ങി വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാ ബാലചന്ദ്ര മാഷുമായുള്ള ബന്ധത്തിന് ഞാൻ മുൻകൈ എടുത്തത്. സാരമില്ല, ഇനി ഞാൻ ബന്ദരെ ഇക്കാര്യത്തിൽ നിർബന്ധിക്കില്ല, ഋഷിയും പറഞ്ഞ് അവസാനിപ്പിച്ചു. ബന്ദര് തിരിച്ചു വരുന്നത് കണ്ട് നിർമ്മല അലക്സ് ചെറിയാനോടായി പറഞ്ഞു, ഋഷി സാറിന് ഇവളോട് മാത്രമായിട്ട് ഇതിന് മാത്രം സംസാരിക്കാൻ എന്തിരിക്കുന്നു? നമ്മളൊന്നും ഇവിടുത്തെ സ്റ്റാഫല്ലേ, നമ്മളോട് മാത്രം ഒന്നും സംസാരിക്കാനും ഇല്ല. അപ്പോഴേക്കും ബന്ദര സീറ്റിലേക്ക് വന്നു. ബന്ദരയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ അലക്സിന് ഭയമായിരുന്നു. തന്റെ കുടുംബജീവിതം തകർക്കുമെന്നാണ് ബന്ദര ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അയാൾ ജോലിയിൽ മുഴുകി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബന്ദരയ്ക്ക് ബാലചന്ദ്രന്റെ കത്ത് കിട്ടി. കൈയക്ഷരം കണ്ടപ്പോഴേ അത് ബാലചന്ദ്രൻ മാഷിന്റെ കത്താണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വേഗം കത്ത് തുറന്നു. വടിവത്ത അക്ഷരങ്ങളിലൂടെ കണ്ണുകൾ എഴഞ്ഞു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.